ഹായ് ഓൾ, ബിസിനസ് ഡേറ്റ അനലിറ്റിക്സിൻ്റെ നമ്മുടെ നാലാമത്തെ സെഷൻ അല്ലേ. സോ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സെഷൻസ് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം തൊട്ടേ അത് കണ്ടിട്ട് വേണം ഫോർത്ത് സെഷൻ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പം നമുക്ക് താമസിക്കാതെ തന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം. സോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് 10th മൊഡ്യൂളായിരുന്നു അല്ലേ. നമുക്കിനിയും 11th മൊഡ്യൂളിലൂടെ പെൻഡിങ് ഉള്ളൂ. സോ നമ്മൾ 11th മൊഡ്യൂൾ നോക്കാം അല്ലേ. ഡേറ്റ അനാലിസിസ് ആൻഡ് മോഡലിംഗ്, ഇതാണ് നമ്മുടെ ചാപ്റ്റർ. സോ ഇതിൽ തന്നെ 11th മൊഡ്യൂളിൽ ഫസ്റ്റ് സബ് മൊഡ്യൂൾ പറയുന്നത് പ്രോസസ്, ബെനിഫിറ്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഡേറ്റ അനാലിസിസ്. ഓക്കെ, സോ എന്താണ് ഡേറ്റ അനാലിസിസിനെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. എന്താണ് ഡേറ്റ അനാലിസിസ്? ഓക്കെ, സോ നമ്മൾ ഇത്രയും ഇത്രയും നാൾ എന്താ പറഞ്ഞേ, നമ്മൾ ഡേറ്റ എങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇൻഫർമേഷൻ ആക്കി, ഇൻഫർമേഷനെ നമ്മൾ നോളജ് ആക്കുന്നു അല്ലേ. സോ ഇതാണ് നമ്മുടെ ത്രൂ ഔട്ട് നമ്മൾ പ്രോസസ്സിൻ്റെ കാര്യം പറഞ്ഞത്. 10th മൊഡ്യൂളിനകത്ത് നമ്മൾ ഇതിനെ പറ്റിയാണ് പറഞ്ഞത്, എങ്ങനെ ഹൗ ടു പ്രസന്റ് ഡേറ്റ അല്ലേ, നമ്മൾ ഡേറ്റയെ എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ ബാർ ചാർട്ട്, പൈ ചാർട്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ചാർട്ട്സ് യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് നമ്മുടെ പവർ BI, പിന്നെ നമ്മുടെ ക്ലിക്ക് അല്ലേ, ക്ലിക്ക് വ്യൂ അല്ലേ, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഡേറ്റ അനാലിസിസിനെ പറ്റിയാണ്. എടുത്ത് കിട്ടിയ ഡേറ്റനെ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു മീനിങ് ഡ്രോ ചെയ്യുക, അതിൽ നിന്നൊരു ഒരു യൂസ്ഫുൾ ആയ ഒരു ഇൻഫർമേഷനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. കുറേ ഡേറ്റ ഉണ്ട്. ഇപ്പം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ നമ്പേഴ്സ് 1 2 3 4 5 6 7 8 9 10 അതിനെ ഞാൻ സോർട്ട് ചെയ്തിട്ട് 2 4 6 8 10 എന്നുള്ളത് ഈവൻ നമ്പേഴ്സും 1 3 5 7 9 എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സുമായിട്ട് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ് ഈവൻ, ഓഡ് എന്ന് പറഞ്ഞ് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മീനിങ്, അല്ല ഇത്രയും ഈവൻ നമ്പേഴ്സും ഇത്രയും ഓഡ് നമ്പേഴ്സാണ്, അങ്ങനെ ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ അനലിറ്റിക്സ്. നമുക്ക് നോക്കാം. 11.1 ഫസ്റ്റ് പറയുന്നത് ഡേറ്റ അനലിറ്റിക്സ് ഈസ് ദ സയൻസ് ഓഫ് ഇവാലുവേറ്റിംഗ് അൺപ്രോസസ്ഡ് ഡേറ്റ സെറ്റ്സ് to draw conclusions about the information they contain. It helps us to identify the patterns in raw data and extract useful information from. ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡേറ്റ അനലിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതണ്ടേ? ഈ ഒരു ഫസ്റ്റ് ലൈൻ എഴുതണം. എന്താണ്? അൺപ്രോസസ്ഡ് ഡേറ്റ സെറ്റിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ അനലിറ്റിക്സ്. ഡേറ്റ അനലിറ്റിക്സ് ചെയ്താൽ എന്ത് പറ്റും? നമുക്ക് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ, റോ ഡേറ്റ പ്രോസസ്സ് ചെയ്യാത്ത ഡേറ്റയിൽ നിന്ന് ഒരു പാറ്റേൺ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയ ഇൻഫർമേഷൻ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അതാണ് ഡേറ്റ അനലിറ്റിക്സ്. ആപ്ലിക്കേഷൻസ് കണ്ടെയ്നിങ് മെഷീൻ ലേണിംഗ് ആൽഗോറിതംസ്, സിമുലേഷൻസ്, ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് മേ ബി യൂട്ടിലൈസ്ഡ് ബൈ ഡേറ്റ അനലിറ്റിക് പ്രൊസീജിയേഴ്സ് ആൻഡ് മെത്തഡോളജീസ്. ഫോർ ഹ്യൂമൻ യൂസേജ് ദ സിസ്റ്റംസ് ആൻഡ് ആൽഗോറിതംസ് പ്രോസസ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ. ഇത്രയും ഒന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നു. ഓക്കെ, ആ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അതിനൊരു ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ യൂഷ്വലി ഉള്ള സിറ്റുവേഷനിൽ നിന്ന് എന്തെങ്കിലും വ്യതിചലനം ഉണ്ടെങ്കിൽ അത് ആ ഒരു പ്രോഗ്രാമിന് ചിലപ്പോൾ റൺ ചെയ്യാൻ പറ്റത്തില്ല. മെഷീൻ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അൺയൂഷ്വലായിട്ട് വരുന്ന ഇവൻസിനെ എല്ലാം നമ്മുടെ പ്രോഗ്രാം പഠിച്ചിട്ട് സെൽഫായിട്ട് അത് ഇവോൾവ് ചെയ്യും. അതിൻ്റെ കോഡ് റീറൈറ്റ് ചെയ്യും. അങ്ങനെ പഠിച്ച് നമ്മുടെ കോഡ് അറ്റ് ലാസ്റ്റ് പെർഫെക്റ്റ് ആവും. അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മനസ്സിലായോ? ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ എങ്ങനെ പറയണ്ടേ, ഇപ്പം നമ്മുടെ കാര്യത്തിൽ തന്നെ ഇപ്പം നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈം ഒരു പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ടൈം ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ എനിക്ക് തെറ്റുകൾ പറ്റി. സെക്കൻഡ് ടൈം ചെയ്തപ്പോഴും എനിക്ക് തെറ്റുകൾ പറ്റി. പക്ഷെ തേർഡ് ടൈം ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ടൈം ചെയ്ത തെറ്റുകളും സെക്കൻഡ് ടൈം ചെയ്ത തെറ്റുകളും ഞാൻ ഉൾക്കൊണ്ട് അത് വീണ്ടും ആവർത്തിക്കാത്ത രീതിയിലേക്ക് ഞാനൊരു ലെവലെത്തും അല്ലേ. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ആകുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ടൈംസ് എനിക്ക് എന്തൊക്കെ തെറ്റുകൾ വരാം, ആ തെറ്റുകളെ എല്ലാം ഉൾക്കൊണ്ടിട്ട് അറ്റ് ലാസ്റ്റ് ഞാൻ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആകും അല്ലേ. കണ്ണു അടച്ച് എനിക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇതേ കാര്യം ഒരു കമ്പ്യൂട്ടർ ചെയ്താലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പ്രോസസ്സിൽ ഒരു കമ്പ്യൂട്ടർ ചെയ്യുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. സോ ആ ഒരു ഇതിന് പറയുന്ന പേരാണിത് മെഷീൻ ലേണിംഗ്.
ഓക്കെ, സോ മെഷീൻ ലേണിംഗിൽ എന്താണ് ഇതേപോലെ തന്നെ ഡേറ്റനെ അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തത് പ്രോസസ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ്. ഓക്കെ, ഡേറ്റ അനലിറ്റിക്സിന്റെ പ്രോസസ് അതൊരു എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഈ ഒരു 5 സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈറ്റീരിയ ഫോർ ഗ്രൂപ്പിംഗ് ഡേറ്റ. ഡേറ്റനെ നമ്മൾ എന്താണ് ഡേറ്റ ഇങ്ങനെ എന്താണ് പരന്ന് കിടക്കുക അല്ലേ, ചിതറി ചിതറി കിടക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഡേറ്റനെ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യണം. അതിനെങ്ങനെ ഗ്രൂപ്പ് ചെയ്യണ്ടേ? അതിനെ വേണമെങ്കിൽ എന്താണ് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം ഏജ്, പോപ്പുലേഷൻ, ഇൻകം, സെക്സ്. ദ ഡേറ്റ വാല്യൂ മൈറ്റ് ബി ഐദർ ന്യൂമറിക് ഓർ കാറ്റഗറി. ഇപ്പം ഏജ് അല്ലെ, ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു നമ്പറാ, പോപ്പുലേഷൻ ഒരു നമ്പറാ അല്ലെ, ഇൻകം ഒരു നമ്പറാ, സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു കാറ്റഗറി അല്ലെ, മെയിൽ ഓർ ഫീമെയിൽ അല്ലെ, അല്ലെങ്കിൽ എന്താണ് വേണമെങ്കിൽ നമുക്ക് എന്താണ് സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ അല്ലെ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സോ എന്താണ് അതൊക്കെ കാറ്റഗറീസ്. അല്ലെങ്കിൽ എന്താണ് നമുക്ക് റീജിയൻ വൈസ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് സ്റ്റേറ്റ് വൈസ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ എന്താണ് കേരള, തമിഴ്നാടു അല്ലെ, കർണാടക, അങ്ങനെ എന്താണ് സ്റ്റേറ്റ് വൈസ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ എന്താണ് പറഞ്ഞത് കാറ്റഗറി. നമ്പേഴ്സ് വരുന്നത് ന്യൂമറിക്ക്. സോ നമ്മൾ എന്താണ് നമ്മുടെ ഡേറ്റേനെ ഏത് പാരാമീറ്റർ വെച്ചിട്ടാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യണം. അതാണ് എന്താ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഗ്രൂപ്പ് ചെയ്തതിനു ശേഷം എന്താണ് കളക്ടിങ് ദ ഡേറ്റ. ഡേറ്റേനെ കളക്ട് ചെയ്യണം. ഡേറ്റ മേ ബി ഗ്യാതേർഡ് ഫ്രം സെവറൽ സോഴ്സസ് ഇൻക്ലൂഡിംഗ് ഇന്റർനെറ്റ് സോഴ്സസ്, കമ്പ്യൂട്ടേഴ്സ്, പേഴ്സണൽ, കമ്മ്യൂണിറ്റി സോഴ്സസ്. ഇപ്പൊ നമ്മൾ സർവേ എടുക്കാൻ പോകുന്നു അല്ലെ എന്ന് പറയുന്ന പോലെ ലൈക്ക് വൈസ്. ഓക്കെ, അടുത്ത എന്താണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം എന്താണ് അതിനെ ഓർഗനൈസ് ചെയ്യണം. സ്റ്റെപ്പ് 3 ഓർഗനൈസിങ് ദ ഡേറ്റ. ആഫ്റ്റർ കളക്ടിങ് ദ ഡേറ്റ ഇറ്റ് മസ്റ്റ് ബി അറേഞ്ച് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി അനലൈസ്ഡ്. അറേഞ്ച് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യണം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ക്യാൻ ബി ഓർഗനൈസ്ഡ് ഓൺ എ സ്പ്രെഡ് ഷീറ്റ് ഓർ അതർ പ്രോഗ്രാം കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. സ്പ്രെഡ് ഷീറ്റ് എന്താ നമ്മുടെ എക്സൽ ഷീറ്റ്സ് പോലെ അല്ലെ, റോസ് ആൻഡ് കോളംസ് ഉള്ള ഒരു ഷീറ്റിൽ നമ്മൾ എന്താണ് അതിനെ ടാബുലർ ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്ത് സെറ്റ് ആക്കണം. ക്ലീനിങ് ദ ഡേറ്റ. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയ്ക്കകത്തുനിന്ന് അൺവാണ്ടഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ, സെയിം സാധനം റിപ്പീറ്റ് അടിച്ചിട്ടുണ്ടോ, എല്ലാം നോക്കിയിട്ട് എന്താണ് അതിനെ ക്ലീൻ ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ്സോ എറേഴ്സോ ഒന്നും ഇല്ലെന്ന് വരുത്തുക. ഓക്കെ, ബിഫോർ ദ ഡേറ്റ ഈസ് സെൻഡ് ടു എ ഡേറ്റ അനലിസ്റ്റ് ഫോർ അനാലിസിസ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു റെക്ടിഫൈ ഓർ എലിമിനേറ്റ് എനി എറേഴ്സ് ബൈ ക്ലീനിങ് ദ ഡേറ്റ. അൺനെസസറി ആയിട്ടുള്ള എന്താ നമ്മൾ പറയത്തില്ലേ ചവറാന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഫിൽട്ടർ ഔട്ട് ചെയ്യുക, അതിനെ കളയുക. സ്റ്റെപ്പ് 5 അഡോപ്റ്റ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ അനലിറ്റിക് പ്രോസസ്. നമ്മൾ ആദ്യം എന്താ ഡേറ്റേനെ ഗ്രൂപ്പ് ചെയ്തു, അതിനെ കളക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ അതിനെ എന്ത് ചെയ്തു നോക്കിക്കേ ഓർഗനൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു നോക്കിക്കേ ക്ലീൻ ചെയ്തതിന് ശേഷം എന്താ ഇനിയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഡയഗ്നോസ്റ്റിക് അനാലിസിസ്, പ്രെഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തേർഡ് സബ് മൊഡ്യൂൾ അത് നമുക്ക് പഠിക്കാനുണ്ട്. സോ എന്താണ് ഇതിൽ 4-ൽ ഏതാണോ അതിന് ആപ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ഏതാണോ അത് ഫോളോ ചെയ്യണം. നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാ കാറ്റഗറൈസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലെ. നോക്കിക്കേ ഫസ്റ്റ് എന്നാ ഗ്രൂപ്പ് ദ ഡേറ്റ. അപ്പൊ എന്താണ് ഗ്രൂപ്പ്. സെക്കൻഡ് വൺ എന്താ കളക്ട് ചെയ്യുക അല്ലെ, കളക്ട്. തേർഡ് വൺ എന്താണ് ഓർഗനൈസ്. ഫോർത്ത് വൺ എന്താണ് ക്ലീൻ അല്ലെ, ക്ലീൻ ആക്കുക. അഞ്ചാമത്തെ എന്താണ് നമ്മളതിലെ റൈറ്റ് ടൈപ്പ് ഓഫ് അനലിറ്റിക് പ്രോസസ്. ഓക്കെ, സോ നിങ്ങൾ എന്താണ് ഈ ഒരു എന്താണ് കാറ്റഗറി ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഗ്രൂപ്പ്, കളക്ട്, ഓർഗനൈസ്, ക്ലീൻ, അനലിറ്റിക് പ്രോസസ്. ഇതിന് ഓർത്തിരിക്കാൻ വേറെ എക്സാമ്പിൾ വേണേൽ പറയാം. ഇപ്പോൾ ഈ നിങ്ങൾ കാണാറില്ല യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആണെങ്കിൽ ഓരോരുത്തരാണെങ്കിൽ മൈക്കും പിടിച്ചിട്ട് മറൈൻ ഡ്രൈവിലും അവിടെ ഇവിടെ ഒക്കെ ചെന്നിട്ട് എന്താണ് ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമിന്റെ വില എന്താണെന്ന് ചോദിക്കുക അല്ലേ. അപ്പോൾ എന്താണ് ആ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് വേണേൽ പറയാം. ഓക്കെ, ഏത് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരോടാണ് ഇത് ചോദിക്കേണ്ടത്. ഓക്കെ, നമുക്കൊരു 20 to 25 ഇടയിലുള്ള ആൾക്കാരെ എടുക്കാം. അതാണ് എന്ത് ഗ്രൂപ്പിംഗ് ദ ഡേറ്റ. എന്നിട്ട് എന്താണ് മൈക്കും പിടിച്ച് അവരുടെ അടുക്ക ചെന്നിട്ട് എന്താണ് ഔട്ട്ഫിറ്റിന്റെ വില ചോദിക്കുക. കളക്ട് ചെയ്യുന്നു അല്ലേ. കളക്ട് ചെയ്ത് എന്താണ് വീഡിയോസ് എല്ലാം കിട്ടി.
വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വന്നിട്ട് എന്താണ് ഇതിനെല്ലാം ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഓർഗനൈസ് ചെയ്യണം അല്ലേ. ഓക്കെ, ആദ്യം ആരുടെ വീഡിയോ ഇടണം, രണ്ടാമത്തെ ആളുടെ വീഡിയോ ഇടണം, അങ്ങനെ ഓർഗനൈസ് ചെയ്യണം. നാലാമത്തേത് ഇതിനെല്ലാം എഡിറ്റ് ചെയ്യണം അല്ലേ. ഇത് ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ചിലരൊക്കെ തെറി വിളിക്കും അല്ലേ. അപ്പൊ എന്താണ്, അതൊക്കെ എന്താണ് ക്ലീൻ ചെയ്യണം, എഡിറ്റ് ചെയ്യണം, ഫിൽട്ടർ ഔട്ട് ചെയ്യണം അല്ലേ. ലാസ്റ്റ് എന്താണ് അനാലിസിസ്. ലാസ്റ്റ് എന്താണ്, ഓക്കെ ഇത് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇത് ഓവറോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. ഈസി ആയില്ലേ. ഗ്രൂപ്പ്, കളക്ട്, ഓർഗനൈസ്, ക്ലീൻ, അനലിറ്റിക് പ്രോസസ്, 5 സ്റ്റെപ്പ്. സോ ഇതാണെന്ത് നമ്മുടെ ഡേറ്റ അനലിറ്റിക് പ്രോസസ്സസ്, അതിന്റെ സ്റ്റെപ്സ്. അടുത്ത എന്താണ് ബെനിഫിറ്റ്സ്. ഡേറ്റ അനലിറ്റിക്സ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്താണ്? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, നത്തിങ് ന്യൂ. ഇതിനകത്ത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും 3 പോയിന്റ്സ്. എന്താണ് ഡേറ്റ അനലൈസ് ചെയ്താൽ എന്ത് പറ്റും? നമുക്ക് പ്രോപ്പറായിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്സ് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഇപ്പൊ ഈ പറയുന്ന ഔട്ട്ഫിറ്റിന്റെ വില ചോദിക്കുക എന്നുള്ള കാര്യം യൂട്യൂബ് വ്ളോഗേഴ്സിന് പകരം നിങ്ങളൊരു കമ്പനി ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓരോ ബ്രാൻഡഡ് കമ്പനീസ് ഇതുപോലെ ക്ലയൻസിൻ്റെ ഇടയിൽ, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ചെന്നിട്ട് എന്താണ് എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എന്ന് ചോദിക്കുക. അപ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതിനിങ്ങനെ കുഴപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുക എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ കസ്റ്റമേഴ്സ് കൊടുക്കുമ്പോൾ എന്തോ പറ്റും, കമ്പനിക്ക് എന്താണ് അവരുടെ ക്വാളിറ്റി കൂട്ടണോ കുറയ്ക്കണോ, അല്ലെങ്കിൽ എന്താണ് കുറയ്ക്കത്തില്ല, എന്താണ് പ്രൈസ് കൂട്ടണോ കുറയ്ക്കണോ, ഇത് അഫോർഡബിൾ ആണോ അല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് പ്രോപ്പറായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്തി പുതുതായിട്ട് ഇറക്കാൻ പറ്റും, മാർക്കറ്റിൽ എന്താണ് വേണ്ടത്, അതൊക്കെ എന്താണ് അവർക്ക് മനസ്സിലാവും. സോ എന്താണ് കമ്പനീസ് ക്യാൻ യൂസ് ദ ഇൻഫർമേഷൻ ഗെയിൻ ഫ്രം ഡേറ്റ അനലിറ്റിക്സ് ടു ബേസ് ദർ ഡിസിഷൻസ് റിസൾട്ടിങ് ഇൻ എൻഹാൻസ്ഡ് ഔട്ട്കം. ഓക്കെ, യൂസിങ് ഡേറ്റ അനലിറ്റിക്സ് significantly reduces the amount of guesswork involved in preparing marketing plan, deciding what material to produce and more. അല്ലെ, എന്തുണ്ടാക്കണം, അല്ലെങ്കിൽ എന്താണ് കസ്റ്റമേഴ്സിന് ഇതൊക്കെ മതിയാവും അല്ലേ എന്നൊക്കെ എന്താണ് ഊഹിച്ചെടുക്കുന്ന പരിപാടി നിന്നിട്ട് എന്താണ് വാട്ട് ദേ റിയലി നീഡ്, അതെന്താണെന്ന് അവർക്ക് കമ്പനിക്ക് മനസ്സിലാവും. ഓക്കെ, കത്തിയോ? അതാണ് യൂസിങ് അഡ്വാൻസ്ഡ് data analytic technologies, you can continuously collect, analyze new data to gain a deeper understanding of the changing circumstances. മാർക്കറ്റിൽ ട്രെൻഡ് മാറുന്ന അനുസരിച്ചിട്ട് ആൾക്കാർക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾക്ക് മനസ്സിലാകും, അത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. ഇംപ്രൂവ്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. എളുപ്പമല്ലേ ഡിസിഷൻ മേക്കിംഗ്. സെക്കൻഡ് വൺ എന്താ, ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ്. എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻസ് നോക്കിക്കേ, data analytics assists firms in streamlining their processes, conserving resources and increasing their profitability. ഞാനിപ്പോൾ പറഞ്ഞു കസ്റ്റമേഴ്സിൻ്റെ അടുക്ക പോയി ചോദിക്കുന്നു അല്ലേ, ഇതേ കാര്യം നമ്മുടെ കമ്പനിക്കകത്ത് തന്നെ ചെയ്താലൊന്ന് ആലോചിച്ച് ചോദിക്കുകയെ. നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒക്കെ ചെന്നിട്ട് എന്താണ് നിങ്ങൾ ഹാപ്പി ആണോ, നമ്മുടെ പ്രൊഡക്ഷൻ ഒക്കെ എങ്ങനെ പോകുന്നു, എങ്ങനെയാ കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പറ്റും, നമ്മുടെ പെർഫോമൻസ് കൂടും അല്ലേ, നമ്മുടെ ഇന്റേണലി ഉള്ള നമ്മുടെ പെർഫോമൻസ് കൂടും. ഫസ്റ്റ് ഉള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നമ്മുടെ കമ്പനിക്ക് പുറത്തുള്ളവർ ഹാപ്പി ആയിരിക്കും. ഈ സെക്കൻഡ് വൺ ചെയ്താൽ എന്താണ് നമ്മുടെ കമ്പനിയുടെ അകത്തുള്ള നമ്മുടെ എംപ്ലോയീസും ബാക്കിയുള്ളവർ ഹാപ്പി ആയിരിക്കും, നമ്മുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും അല്ലേ. നോക്കിക്കേ, അസിസ്റ്റ് ഫേംസ് ഇൻ സ്ട്രീം ലൈനിങ് ദർ പ്രോസസ്, കൺസേർവിംഗ് റിസോഴ്സസ് ആൻഡ് ഇൻക്രീസിംഗ് ദർ പ്രോഫിറ്റബിലിറ്റി. ഇത്ര മതി അല്ലേ. When firms have a better understanding of their audience demands, they spend less time creating advertising that do not fulfill those needs. ഇപ്പം ആൾക്കാർക്ക് വേണ്ടാത്ത കാര്യങ്ങളുടെ പുറകെ പോയി കുറേ സമയവും എഫേർട്ടും എടുക്കുന്നതിൽ ബെറ്റർ ആൾക്കാർക്ക് വേണ്ടുന്ന മാത്രം എന്താണെന്ന് ഫോക്കസ് ചെയ്തിട്ട് അത്രയും തന്നെ എന്താണ് അവർക്ക് സമയം ലാഭിക്കാം, അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാം. ഇംപ്രൂവ്ഡ് സർവീസ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മാനേജ്മെന്റ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലേ. നോക്കിക്കേ, എന്താണ് ഡേറ്റ അനലിറ്റിക്സ് ഗിവ്സ് ഓർഗനൈസേഷൻസ് with a more in-depth understanding of their customers, employees and other stakeholders. This enables a company to tailor stakeholders' experience to their need, provide more personalization, build stronger relationships with them. Stakeholders-നും എന്താണ് അവരുമായിട്ടും എന്താണ് അവർക്ക് എന്താണ് വേണ്ടത്, വാട്ട് ദേ നീഡ് ഫ്രം ദ കമ്പനി, അവർക്ക് എന്താണ് കമ്പനിന് എത്രത്തോളം പ്രോഫിറ്റ് ആണ് അവർ റിക്വയർ ചെയ്യുന്നത്, കമ്പനിക്ക് എത്രത്തോളം പെർഫോമൻസ് ആണ് അവർക്ക് വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി പെർഫോം ചെയ്യാൻ എന്ത് പറ്റും, കമ്പനിക്ക് പറ്റും. ചാപ്റ്റർ കഴിഞ്ഞു, ഇതത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് 6 സ്റ്റെപ്സ് അല്ലേ, പ്രോസസ്സിന്റെ നമ്മൾ 6 സ്റ്റെപ്സ് പഠിച്ചല്ലേ. നോക്കിക്കേ എന്തൊക്കെയാ ഇവിടെ ഞാൻ എഴുതിയേക്കുന്ന ഈ ഒരു 5 പോയിന്റ്. ഗ്രൂപ്പ്, കളക്ട്, ഓർഗനൈസ്, ക്ലീൻ ആൻഡ് അനലിറ്റിക് പ്രോസസ്. നമ്മുടെ ഔട്ട്ഫിറ്റിന്റെ വില എന്താ, അതുപോലെ എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് എന്താണ്, ഇംപ്രൂവ്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ഡിസിഷൻ മേക്കിംഗ് കൂടും,
അതാർക്കാ? കമ്പനിയുടെ പുറത്തുള്ള കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. സെക്കൻഡ് എന്താണ്? എഫിഷ്യൻസി കൂട്ടും. അപ്പോൾ എന്താണ്? കമ്പനിയുടെ അകത്തുള്ളവരും സാറ്റിസ്ഫൈഡ് ആകും. തേർഡ് വൺ എന്താ? സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. 3 പോയിന്റ്സ്. ഓക്കെ, കഴിഞ്ഞു. അടുത്തത് ഡേറ്റ മൈനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡേറ്റ മൈനിങ്. ഓക്കെ, അപ്പം ഡേറ്റ മൈനിങ് എന്താണെന്ന് നോക്കാം. ഡേറ്റ മൈനിങ് ഓൾസോ നോൺ ആസ് എന്താണ്? നോളജ് ഡിസ്കവറി ഇൻ ഡേറ്റ, KDD. KDD എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എക്സ്ട്രാക്ഷൻ ഓഫ് പാറ്റേൺസ് ആൻഡ് അതർ യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫ്രം മാസീവ് ഡേറ്റ സെറ്റ്സ്. അത്രയും പഠിച്ചാൽ മതി. നോളജ് എന്താണ്? നോളജിൽ നിന്നും എന്താണ്? നമ്മൾ ഒരുപാട് ഒരു ഡേറ്റ സെറ്റ്സിനകത്ത് നിന്നും എന്താണ്? നമ്മൾ നോളജിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. പാറ്റേൺസ് അല്ലെ? പാറ്റേൺസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. നോട്ട് നോളജ്, പാറ്റേൺസ്. സോ ഡേറ്റ മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് പാറ്റേൺസ് ആൻഡ് അതർ യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫ്രം മാസീവ് ഡേറ്റ സെറ്റ്സ്. ഒരുപാട് ഡേറ്റയിൽ നിന്നും എന്താണ്? നമ്മൾ പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് എന്താണ്? നമ്മളൊരു പാറ്റേൺ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കിയെടുക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? നമ്മളെന്തോ ചെയ്യും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കും. എന്നിട്ട് എന്തോ ചെയ്യും? ഇരുന്ന് നോക്കും. ഈ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം എന്താണ്? ഇത് വേണമെങ്കിൽ എന്താണ്? ഇനി അടുത്ത അറ്റംപ്റ്റിൽ ചോദിക്കാം അല്ലേ? സോ എന്താണ്? നമ്മൾ അങ്ങനെ പാറ്റേൺസ് അനലൈസ് ചെയ്യാറുണ്ട് അല്ലേ? സോ എന്താണ്? KDD എന്താണ്? അതുപോലത്തെ ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഡേറ്റ മൈനിങ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സോ ഇതിവിടെ വരെ മതി. പിന്നെ എന്താണ്? ഗിവൻ ദ അഡ്വാൻസ്മെന്റ് ഓഫ് ഡേറ്റ വെയർ ഹൗസിംഗ് ടെക്നോളജീസ്, എന്താണ്? പാസ്റ്റ് ഡെക്കേഡ്സിലൊക്കെ എന്താണ്? ഇത് ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിലേക്ക് എന്താണ്? ഡേറ്റ മൈനിങ് വന്നിട്ടുണ്ട് എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് the data mining techniques behind these investigations may be categorized into 2 primary purposes. 2 primary purpose വേണ്ടിയിട്ടാണ് ഡേറ്റ മൈനിങ് യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രൈബിംഗ് ദ ടാർഗറ്റ് ഡേറ്റ സെറ്റ് ഓർ പ്രെഡിക്റ്റിംഗ് ദ റിസൾട്ട് യൂസിങ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്. പിന്നെ എന്താണ്? ഇതിൻ്റെ കുറച്ച് എന്താണ്? യൂസസും പറയുന്നുണ്ട്, നമുക്ക് ലേറ്റർ പഠിക്കാനുണ്ട്. സോ ഈ ഒരു ഇതിനെപ്പറ്റി പറയുമ്പോൾ, ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയുമ്പോൾ ഇതിൽ എന്താണ്? ഇത് ബിസിനസ് ഡേറ്റയുമായിട്ട് ഉള്ളതിനേക്കാൾ ഉപരി കൂടുതലും എന്താണ്? ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഉണ്ട്. സോ ഡേറ്റ സയൻറ്റിസ്റ്റ് അങ്ങനെയുള്ളവരൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലും പറയുന്നത്. പക്ഷെ എന്നാൽ ഇതിനെപ്പറ്റി എന്താണ്? ഇൻഡെപ്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുമില്ല. ഒരുപാട് ടെർമിനോളജീസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താണ്? ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ തരണമെങ്കിൽ അതിനൊരു ഡേറ്റ സയൻറ്റിസ്റ്റ് വേണ്ടി വരും. സോ ആ ലെവല് സാധനങ്ങൾക്ക് ജസ്റ്റ് എന്താണ്? ഒരു ക്രിസ്പ് ഡെഫിനിഷൻ മാത്രം കൊടുത്തേ പോയിട്ടുള്ളൂ. സോ നമുക്കും എന്താണ്? അത്രയും തന്നെ പഠിച്ചാൽ മതി. അല്ലാണ്ട് എന്താണ്? ഇതിനെ ഒരുപാട് ഇൻഡെപ്തിലേക്ക് പോകേണ്ട കാര്യമില്ല. സോ ഡേറ്റ മൈനിങ് എന്താണ്? ഇത് പഠിക്കുക. പിന്നെ 2 പ്രൈമറി പർപ്പസുകൾ, ഡിസ്ക്രൈബിംഗ് ദ ടാർഗറ്റ് ഡേറ്റ സെറ്റും പ്രെഡിക്റ്റിംഗ് റിസൾട്ട്സും അല്ലേ? അത് രണ്ടും നോക്കുക. ഇനിയും വരാനുള്ളത് പ്രോസസ് ഓഫ് ഡേറ്റ മൈനിങ്. ഡേറ്റ മൈനിങ്ങിനുള്ള 4 പ്രോസസ്സുകൾ. ഫസ്റ്റ് വൺ, സെറ്റിംഗ് ദ ബിസിനസ് ഒബ്ജക്റ്റീവ്. ഇത് ഇമ്പോർട്ടൻ്റ്, ഇത് പഠിച്ചോണം. സെറ്റിംഗ് ദ ബിസിനസ് ഒബ്ജക്റ്റീവ്. This might be the most difficult element in data mining process, yet many organizations spend inadequate effort on it. അത് വേണ്ട. എന്താണ്? Together, data scientists and business stakeholders must identify the business challenge which informs the data queries and parameters for a specific project. ഒരു പ്രൊജക്റ്റിന് വേണ്ടതായിട്ടുള്ള എന്താണ്? എന്തൊക്കെയാണ് ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന ചാലഞ്ചസ്, എന്തൊക്കെയാണ് മീറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയാസ്, അതെല്ലാം ആരൊക്കെ? ഡേറ്റ സയൻറ്റിസ്റ്റും ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇരുന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ബിസിനസ് ഒബ്ജക്റ്റീവ്. ഓക്കെ, സെറ്റിംഗ് അപ്പ് ദ ബിസിനസ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ഡേറ്റ. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലർ ഫോർ ദ ഡേറ്റ സയൻറ്റിസ്റ്റ് ടു ഡിറ്റർമിൻ എന്താണ്? വിച്ച് കളക്ഷൻ ഓഫ് ഡേറ്റ വിൽ അസിസ്റ്റ് ദ കമ്പനി ഇൻ ആൻസറിങ് ദ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. എന്ത് ടൈപ്പ് ഡേറ്റ എടുത്താലാണ് നമ്മുടെ കമ്പനിക്ക് വേണ്ട ഔട്ട്പുട്ട് കിട്ടുക എന്ന് ഡേറ്റ സയൻറ്റിസ്റ്റിന് മനസ്സിലാവും. അതാണെന്ത്? സ്റ്റെപ്പ് നമ്പർ 2, പ്രിപ്പറേഷൻ ഓഫ് ഡേറ്റ. അടുത്തത് തേർഡ് സ്റ്റെപ്പ്, മോഡൽ ബിൽഡിംഗ് ആൻഡ് പാറ്റേൺ മൈനിങ്. അടുത്ത എന്താണ്? ഡേറ്റ സയൻറ്റിസ്റ്റ് മേ സ്റ്റഡി ഇൻട്രീഗിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡേറ്റ സച്ച് ആസ് ഫ്രീക്വന്റ് പാറ്റേൺ ക്ലസ്റ്ററിംഗ്, algorithms, correlations, depending on the sort of research. While high frequency patterns have larger applicability, data variations can often be more fascinating and exposing
പോസിബിൾ ഫ്രോഡ് ഏരിയാസ്. അപ്പം ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസിലാണ് നമ്മുടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് എങ്കിൽ ഇതിൽ അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അല്ലേ. സോ എന്താണ് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാൻ എന്താണ് ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഡേറ്റ മൈനിങ്ങിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് റെക്കറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു പാറ്റേൺ. അതുപോലെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇപ്പം എന്താണ് ഓക്കെ, എൻ്റെ സെയിൽസ് കൂടുക, സെയിൽസ് കൂടുമ്പോൾ എന്താണ് എൻ്റെ പ്രോഫിറ്റ് കൂടും അല്ലേ. സോ എന്താണ് അത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് വേണേൽ പറയാം അല്ലേ. സോ എന്ന് പറയുന്ന പോലെ തന്നെ എന്താണ് പറയുന്നത്, ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധങ്ങളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്താണ് പാറ്റേൺ കണ്ടുപിടിക്കുക. ഓക്കെ, ജനുവരി ആകുമ്പോൾ എന്താണ് എൻ്റെ സെയിൽ കൂടി, ഫെബ്രുവരി ആയപ്പോൾ എന്താണ് സെയിൽ അതേ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു, മാർച്ച് ആയപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞു. ഇങ്ങനെ എല്ലാ വർഷവും റെക്കറിങ് ആണെങ്കിൽ എന്താണ് കമ്പനിക്ക് അതനുസരിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും പറ്റും. സോ അതാണ് പറയുന്നത് പാറ്റേൺ മൈനിങ്. സോ ഫോർത്ത് സ്റ്റെപ്പ്, റിസൾട്ട് ഇവാലുവേഷൻ ആൻഡ് ഇംപ്ലിമെന്റിംഗ് ദ നോളജ്. ആഫ്റ്റർ അഗ്രിഗേറ്റിംഗ് ദ ഡേറ്റ ദ ഫൈൻഡിങ്സ് മസ്റ്റ് ബി അനലൈസ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. നമ്മൾ ഈ കണ്ടുപിടിച്ച പാറ്റേൺ എന്തോ ചെയ്യും, നമ്മൾ അനലൈസ് ചെയ്യും. ഇതേ പാറ്റേൺ തന്നെ അടുത്ത വർഷം റെക്കർ ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കും, അതനുസരിച്ചിട്ട് പ്ലാൻ പ്രിപ്പയർ ചെയ്യും. സോ അതാണ് എന്ത് ഇംപ്ലിമെന്റേഷൻ. ഇതേ രീതിക്ക് തന്നെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം പോകുന്നത് എങ്കിൽ അതനുസരിച്ചിട്ട് നമ്മളും പ്രിപ്പയർഡ് ആകുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ എന്താണ് അൺയൂഷ്വൽ ആയിട്ട് ഏതെങ്കിലും ഒരു മാസം നടക്കുന്നുണ്ടെങ്കിൽ, എല്ലാ വർഷവും അൺയൂഷ്വൽ ആയിട്ട് ഏതെങ്കിലും ഒരു മാസം ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്ക്, നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് അതിലേക്ക് പ്രിപ്പയർഡ് ആകാൻ പറ്റും അല്ലേ. അതുപോലെയുള്ളൂ. സോ ഇതാണ് എന്താ 4 സ്റ്റെപ്പ് പ്രോസസ്. ഫസ്റ്റ് വൺ എന്താ ഒബ്ജക്റ്റീവ്, സെക്കൻഡ് വൺ പ്രിപ്പയറിംഗ് ഡേറ്റ, തേർഡ് വൺ മോഡൽ ബിൽഡിംഗ്, ഫോർത്ത് വൺ ഇവാലുവേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ എന്ത് സ്റ്റെപ്സ് ഇൻ ഡേറ്റ മൈനിങ്. അടുത്തത് ടെക്നിക്സ് ഓഫ് ഡേറ്റ മൈനിങ്. ഡേറ്റ മൈനിങ്ങിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പറയാം, ഇത് പ്യുവർ ഡേറ്റ സയൻസിന്റെ കാര്യങ്ങളാണ്. സോ എന്താണ് നമുക്കിതിനെപ്പറ്റി ഇൻഡെപ്ത് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഈ ഒരു പേരുകളും അതിനെപ്പറ്റി ഒരു എന്താണ് റഫ് ഒരു ഐഡിയാസും മാത്രമേ തന്നിട്ടുള്ളൂ. സോ എന്താണ് നമുക്കും അത്രയും തന്നെ പഠിച്ചാൽ മതി. ബിക്കോസ് എന്താണ് ഈ ഫുൾ ചാപ്റ്റർ എടുത്താൽ തന്നെ എന്താണ് 5 മാർക്കിനെ ചോദിക്കത്തുള്ളൂ. സോ അതനുസരിച്ചിട്ട് നമ്മൾ എന്താണ് പഠിച്ചാൽ മതി. ഇൻഡെപ്ത് പോകണമെങ്കിൽ നമ്മൾ ഡേറ്റ സയൻസ് എന്താണെന്ന് പഠിക്കണം, പൈത്തൺ പഠിക്കണം, ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് ഡെവലപ്പിംഗ്, പിന്നെ എന്താണ് നമ്മൾ കോഡിങ്, ആ ഒരു സൈഡിലോട്ട് പോകേണ്ടി വരും. സോ എന്താണ് അതിനൊന്നും ഉള്ള സമയം നമുക്കില്ല, അതിൻ്റെ ഒന്നും ആവശ്യവും നമുക്കില്ല. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡേറ്റ മൈനിങ് ടൂൾസ്. ഇപ്പം ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേഷൻ റൂൾസ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഡിസിഷൻ ട്രീ, കെ നിയറസ്റ്റ് നെയ്ബർ, ഇതിനെ KN എന്ന് വിളിക്കും, KNN. ഓക്കെ, അസോസിയേഷൻ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ ബേസ്ഡ് ടെക്നിക്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് രണ്ട് വേരിയബിൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഒരു ഡേറ്റ സെറ്റിനകത്തുള്ള രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധങ്ങളെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് വെച്ച് എന്താണ് നോക്കി അത് തമ്മിലുള്ള ലിങ്കേജ് കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. സോ എന്താണ് നിങ്ങൾ ഇതിന്റെ ഡെഫിനിഷൻ എക്സ്പ്ലനേഷൻ എന്താ, ഡിസ്കവറിങ് അസോസിയേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് ഇൻസൈഡ് എ ഗിവൻ ഡേറ്റ സെറ്റ്. പിന്നെ എന്താണ് കോമൺലി എംപ്ലോയ്ഡ് ഫോർ മാർക്കറ്റ് ബേസ്ഡ് അനാലിസിസ്. പിന്നെ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ക്ലയന്റ് കൺസംഷൻ പാറ്റേൺ. ഇത്രയും മതി. അതാണ് അസോസിയേഷൻ റൂൾസ്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ, നമ്മുടെ ബ്രെയിനിൽ എങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾക്കറിയോ? ന്യൂറോൺസ് ഫയർ ചെയ്തിട്ടാണ്. അതിൽ ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലോട്ട് ന്യൂറോൺ നമ്മുടെ നെർവ് അല്ലേ, നെർവ് ത്രൂ പോകുമ്പോഴാണ് നമ്മളുടെ ഒരു ആക്ടിവിറ്റി നടക്കുന്നത്. സോ നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു അതേപോലെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ലേണിംഗ് മെക്കാനിസമാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു മനുഷ്യന്റെ തലച്ചോറ് എങ്ങനെ ഒരു കാര്യം പഠിക്കുന്നു അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതാണ് ന്യൂറൽ നെറ്റ്വർക്ക്. ഓക്കെ, പ്രൈമർലി യൂട്ടിലൈസ് ഫോർ ഡീപ്പ് ലേണിംഗ് അൽഗോരിതം. ഇത് എഴുതണം, ഡീപ്പ് ലേണിംഗ് അൽഗോരിതം. നമ്മൾ മനുഷ്യർ എന്താണ് തെറ്റ് പറ്റും, നമ്മൾ അതിനെ തിരുത്തും, നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യും, നമ്മൾ വീണ്ടും ബെറ്റർ ആവും. സോ അതാണ് മനുഷ്യരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. വി മേക്ക് മിസ്റ്റേക്സ്, വി കറക്റ്റ് ദം ആൻഡ് വി മൂവ് ഓൺ. അതുകൊണ്ടാണ് ന്യൂറൽ നെറ്റ്വർക്കിലും എന്താണ് അത് തന്നെ ചെയ്യുന്നത്. റെപ്ലിക്കേറ്റ്സ് ദ ഇന്റർ കണക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ ത്രൂ ലെയേഴ്സ് ഓഫ് നോട്ട്സ് ടു പ്രോസസ് ട്രെയിനിങ് ഡേറ്റ. എവറി നോഡ് ഹാസ് ആൻ ഇൻപുട്ട് വെയിറ്റ്, ഔട്ട്പുട്ട് വാല്യൂ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതൊരു നോഡ് ഫയർ ചെയ്യും. സോ എന്താണ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം എനിക്ക് എൻ്റെ കൈ ഇങ്ങനെ അനക്കണം. അതെങ്ങനെ അനങ്ങുന്നേ? എൻ്റെ ബ്രെയിനിൽ നിന്ന് ഒരു ന്യൂറോൺ മൂവ് ചെയ്ത് അതെൻ്റെ സ്പൈനൽ കോഡിലെത്തി. സ്പൈനൽ കോഡിൽ നിന്ന് എന്താണ് ഈ കൈയുടെ എന്താണ് മസിൽസുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള നെർവ്സിൽ ആ ഒരു മെസ്സേജ് എത്തും. അവിടെ നിന്നാണ് ഈ എൻ്റെ കൈ അനങ്ങുന്നത്. ആ ഒരു മെസ്സേജ് എൻ്റെ കയ്യിൽ എത്തിക്കഴിയുമ്പോഴാണ്. ലൈക്ക് വൈസ് എന്താണ് ഈ ഒരു പ്രോസസ്സ് പോലെ തന്നെയാണ് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക്. സോ ഭയങ്കര സ്പീഡിലാണ് ഇതെല്ലാം നടക്കുന്നത്. ലൈക്ക് ഞാൻ കൈ അനക്കണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എന്താണ് ഇതേ സ്പീഡിൽ എൻ്റെ കൈ നീങ്ങുന്നുണ്ടല്ലേ. സോ ഇതേപോലെ തന്നെ എന്താണ് വാട്ട് ഇഫ് ഇറ്റ്സ് എ മെഷീൻ? ഒരു മെഷീൻ ആണെങ്കിലോ അതേ കാര്യം ഒരു മെഷീനിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് നമ്മൾ ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ പറയുന്നത്. ഇൻഡെപ്ത് പോകാനാണെങ്കിൽ ഒരുപാടുണ്ട്, കുറേ നോട്ട്സും അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ന്യൂറോൺ ഫയർ ആവുന്നതും അതെങ്ങനെയാണ് അത് എന്താണ് വേണ്ട ഔട്ട്പുട്ട് കിട്ടുന്നതെന്നൊക്കെ ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ്. പക്ഷെ നമുക്ക് അത്രയൊന്നും നോക്കേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. അടുത്ത ഡിസിഷൻ ട്രീ. ഡിസിഷൻ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഫൈനലിൽ വരുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ എന്താണ് ഇപ്പം ഒരു കാര്യം, ഒരു ഇവന്റ്, ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി ആയിട്ട് എന്താണ് ഒരു ഇവന്റ് നടക്കുക, അതിന്റെ ഔട്ട്കം 40% എന്താണ് ഇത്രയുമാണെങ്കിൽ ആ ഔട്ട്കം എഴുതുന്നു. 30% വേറെ ഒരു കാര്യമാണെങ്കിൽ അത് എഴുതുന്നു. അടുത്ത 30% വേറെ ഔട്ട്കം ആണെങ്കിൽ ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് എന്താണ് നമ്മൾ അത് നോക്കിയിട്ട് ഏതാണ് ബെറ്റർ നോക്കിയിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്നു. സോ അങ്ങനെയുള്ള ഒരു അൽഗോരിതത്തിന് പറയുന്ന പേരാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് നോക്കിക്കേ, ആസ് ദ നെയിം ഇംപ്ലൈസ് ഇറ്റ് എംപ്ലോയ്സ് എ ട്രീ ലൈക്ക് റെപ്രസെന്റേഷൻ ടു ഡെപ്പിക്സ് ദ പൊട്ടൻഷ്യൽ റിസൾട്ട്സ് ഓഫ് ദീസ് ആക്ഷൻസ്. ഒരു ഇവന്റ് നടക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആക്ഷൻ കാരണം ഉണ്ടാകാൻ പോകുന്ന മാക്സിമം പോസിബിൾ ഔട്ട്കംസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ വേണേൽ പറയാം. ഓക്കെ, ഞാൻ എക്സാം എഴുതാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തു. ഇതിന് പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയാവാം? എനിക്ക് വേണമെങ്കിൽ എക്സാം എഴുതാം, എനിക്ക് വേണേൽ എക്സാം മൊത്തത്തിൽ എഴുതാതിരിക്കാം, എനിക്ക് വേണമെങ്കിൽ 2 എക്സാം എഴുതിയിട്ട് എനിക്ക് ബാക്കി 2 എഴുതാതിരിക്കാം, ഒരെണ്ണം എഴുതിയിട്ട് ബാക്കി 3 എഴുതാതിരിക്കാം, 3 എഴുതിയിട്ട് ഒരെണ്ണം എഴുതാതിരിക്കാം, അല്ലേ? വേണമെങ്കിൽ എനിക്ക് 4 എഴുതാതിരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു. സോ ഇങ്ങനെ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് വരാൻ പോകുന്ന മാക്സിമം സെറ്റ് ഓഫ് ഔട്ട്കംസ്, അതാണ് ഡിസിഷൻ ട്രീ അനാലിസിസ്. അതിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതിനൊരു തീരുമാനം എടുക്കുന്നു. കെ നിയറസ്റ്റ് നെയ്ബർ, ഇതൊരു കോംപ്ലക്സ് സംഭവമാണ്. അതായത് പ്രോക്സിമിറ്റി വെച്ചിട്ട് 2 വേരിയബിൾസ് തമ്മിലുള്ള അടുപ്പം, ഡിസ്റ്റൻസ്, അത് വെച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും റിലേഷൻ ഡെറൈവ് ചെയ്യാൻ പറ്റുമോ നോക്കുന്ന ഒരു സിസ്റ്റമാണ് കെ നിയറസ്റ്റ് നെയ്ബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദിസ് ടെക്നിക് assumes that the comparable data points exist in close proximity to one another. It attempts to measure the distance by Euclidean distance and then assign some of the most common category or average. അത് തമ്മിലുള്ള എന്തെങ്കിലും റിലേഷൻ ഡെറൈവ് ചെയ്തെടുക്കും. സോ ഇതിലേക്ക് ഒരുപാട് ആഴത്തിലിറങ്ങി ചിന്തിക്കേണ്ട, പേര് മാത്രം പഠിച്ചു വെക്കുക, എഴുതത്തക്ക രീതിയിലുള്ള എക്സ്പ്ലനേഷൻ നോക്കുക. അസോസിയേഷൻ, ന്യൂറൽ നെറ്റ്വർക്ക്, ഡിസിഷൻ ട്രീ ആൻഡ് KNN, അത്രേ ഉള്ളൂ. അടുത്തത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡേറ്റ മൈനിങ് ഇൻ ഫൈനാൻസ് ആൻഡ് മാനേജ്മെന്റ്. ഫൈനാൻസിലും മാനേജ്മെന്റിലും നമ്മൾ ഡേറ്റ മൈനിങ് ഇംപ്ലിമെന്റ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഡേറ്റ മൈനിങ്ങിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഡിറ്റക്ടിങ് മണി ലോണ്ടറിങ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ക്രൈം. ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് ഈസിയായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. മണി ലോണ്ടറിങ് ഇല്ലീഗൽ കൺവേർഷൻ ഓഫ് ബ്ലാക്ക് മണി ഇൻറ്റു വൈറ്റ് മണി. ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ അൺഅക്കൗണ്ടഡ് മണി. നമ്മൾ ബാങ്കിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സോഴ്സ് കാണിക്കാനില്ലാതെ നമുക്ക് ഗവൺമെന്റിനോട് വെളിപ്പെടുത്താത്ത മണി, അതിന് പറയുന്ന പേരാണ് ബ്ലാക്ക് മണി. സോ ഈ ബ്ലാക്ക് മണീനെ നമ്മൾ വൈറ്റ് ആക്കി എടുക്കുക, വെളുപ്പിച്ചെടുക്കുക, അല്ലേ? അതിന് പറയുന്ന പേരാണ് മണി ലോണ്ടറിങ്. In today's society, data mining techniques have advanced to the point where they are deemed to suitable for detecting money laundering. Money laundering detect ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് provides a mechanism for the bank customers to detect or verify the detection of the anti-money laundering impact. ബാങ്ക് കസ്റ്റമേഴ്സിന് അവരുടെ പൈസ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം ബ്ലാക്ക് മണി ആണോ വൈറ്റ് മണി ആണോ എന്നൊക്കെയുള്ളത് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും ബാങ്കിനും അതിൻ്റെ കസ്റ്റമേഴ്സിനും പ്രോപ്പറായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്നു. രണ്ടാമത്തെ, പ്രഡിക്ഷൻ ഓഫ് ലോൺ റീപേയ്മെന്റ് ആൻഡ് കസ്റ്റമർ ക്രെഡിറ്റ് പോളിസി അനാലിസിസ്. ലോൺ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ബാങ്കിൻ്റെയും മെയിൻ പരിപാടിയിൽ ഒരെണ്ണമാണ്
ലോൺ കൊടുക്കുക അല്ലെ. ബാങ്കിന്റെ രണ്ട് കാര്യങ്ങൾ എന്താണ്? ലോൺ കൊടുക്കുക, ഡെപ്പോസിറ്റ് വാങ്ങുക. സോ ഇവിടെ എന്താണ്? ലോൺ പ്രഡിക്ഷൻ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ട്സ് ദ സൈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇറ്റ്സ് എംപ്ലോയീസ് ആൻഡ് എക്സാമിൻസ് ദ ഡേറ്റ പെർട്ടൈനിങ് ടു ഇറ്റ് സൈസ്. Consequently, data mining aids in management of all critical data and massive database by utilizing its model. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ലോൺ പ്രഡിക്ഷൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ എന്താണ്, അതിൽ നിന്നൊരു പാറ്റേൺ കണ്ടുപിടിക്കുക. ഒരു ക്ലയന്റ് അയാളുടെ മുന്നത്തെ പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും ഇയാൾ അടയ്ക്കുകയോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത് എന്താണ് NPA നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് ഇത് മാറുമോ എന്നൊക്കെ ഉള്ളതാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് പോളിസി ഇനിയുള്ളവർക്ക് കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഹെൽപ്പ് ചെയ്യും ബാങ്കിന്. ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്താണ്? ടാർഗറ്റ് മാർക്കറ്റിംഗ് work to target a certain market and they also assist and determine marketing decisions. With data mining, it is possible to keep earning margin etc. and determine whether product is optimal for various type of customers. ഇത് ഇത്ര നോക്കിയാൽ ഓരോ ടൈപ്പ് കസ്റ്റമേഴ്സിനും നമ്മുടെ പ്രോഡക്റ്റ് എന്താണ് അനുയോജ്യമാണോ എന്ന് അനലൈസ് ചെയ്യാൻ ഡേറ്റ മൈനിങ് ഹെൽപ്പ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡേറ്റ വെയർ ഹൗസസ് എന്താണ്? ബിസിനസ് ഈസ് ഏബിൾ ടു റിട്രീവ് or move the data into several huge data warehouses, allowing a vast volume of data to be correctly and reliably evaluated with the aid of various data mining methodologies, techniques. പറയുന്ന ഡേറ്റ വെയർഹൗസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ അനലൈസ് ചെയ്യാനും എന്താണ് ഡേറ്റ മൈനിങ് ഹെൽപ്പ് ചെയ്യും. ഈ ഡേറ്റ വെയർഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗോഡൗണും കാര്യങ്ങളും ഒന്നുമല്ല. സെർവർ റൂംസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് എന്താണ്? ഓരോ കമ്പ്യൂട്ടേഴ്സൊക്കെ വെച്ചിട്ട് ഓരോ സെർവേഴ്സൊക്കെ വെച്ചിട്ട് സെർവർ റൂംസ് കാണും. നമ്മൾ ഈ സ്റ്റോർ ചെയ്യും. നമ്മളിപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫയൽ എവിടെയാണ് കിടക്കുന്നത്? നമ്മൾ ക്ലൗഡിലാണ് കിടക്കുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ ഈ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്നാ മേഘമാണോ? അല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ റൂംസ് ഉണ്ട്, ഡേറ്റ വെയർഹൗസസ് ഉണ്ട്, ഒരുപാട് സെർവേഴ്സ് ഉണ്ട്. സോ ഈ സെർവേഴ്സിലായിരിക്കും എന്താ നമ്മുടെ ഡേറ്റ സ്റ്റോർ ആകുന്നത് അല്ലേ? അത് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇന്റർനെറ്റ് ത്രൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ലൈക്ക് വൈസ് ഓരോ കമ്പനിക്കും അവർക്ക് വേണ്ടതായ ഡേറ്റനെ മൈൻ ചെയ്തെടുത്തിട്ട് എന്താണ് ഇതുപോലെ ഡേറ്റ വെയർഹൗസസിൽ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് എന്താണ് പ്രോപ്പറായിട്ട് അവർക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. 4 പോയിന്റ്സ് എന്തൊക്കെയാണ്? മണി ലോണ്ടറിങ് ഡിറ്റക്ട് ചെയ്യുന്നു, ലോൺ റീപേയ്മെന്റ് ഫോർ ബാങ്ക്സ്, ടാർഗറ്റ് മാർക്കറ്റിംഗ്, ഡേറ്റ വെയർഹൗസ്. കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, സോ എന്താണ് നമ്മളിവിടെ പഠിച്ചത്? ഇവിടെ നമ്മൾ ഡേറ്റ മൈനിങ് എന്താണെന്ന് പഠിച്ചു. ആ 2 പോയിന്റ്സ്: പ്രോസസ്സ്, സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് ഒബ്ജക്റ്റീവ്, പ്രിപ്പറേഷൻ ഓഫ് ഡേറ്റ, മോഡൽ ബിൽഡിംഗ് ആൻഡ് പാറ്റേൺ മൈനിങ്, പിന്നെ എന്താണ് റിസൾട്ട് ഇവാലുവേഷൻ, ഇംപ്ലിമെന്റേഷൻ, പിന്നെ എന്താണ് ടെക്നിക്സ് ഓഫ് ഡേറ്റ മൈനിങ്. നമ്മൾ 4 കാര്യം പറഞ്ഞു: അസോസിയേഷൻ റൂൾസ്, ന്യൂറൽ നെറ്റ്വർക്ക്, ഡിസിഷൻ ട്രീ, KNN, കെ നിയറസ്റ്റ് നെയ്ബർ. പിന്നെ എന്താണ് ഇതിൻ്റെ 4 ആപ്ലിക്കേഷൻസും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? സോ ചാപ്റ്റർ കഴിഞ്ഞു, മൊഡ്യൂൾ കഴിഞ്ഞു. നമുക്ക് അടുത്ത മൊഡ്യൂളിലോട്ട് പോവാം. അനലിറ്റിക്സ് ആൻഡ് മോഡൽ ബിൽഡിംഗ്, ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്രെഡിക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് നമ്മളിവിടെ കണ്ടായിരുന്നല്ലേ? എവിടെയാ? ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഞാൻ പറഞ്ഞ 3rd പഠിക്കുമെന്ന്. സ്റ്റെപ്പ് 5 പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്രെഡിക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ്. സോ പ്രോസസ് ഓഫ് ഡേറ്റ അനലിറ്റിക്സിലെ 5th സ്റ്റെപ്പ് നമ്മുടെ അനലിറ്റിക് പ്രോസസ്, അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് എന്ത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. സോ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് നമ്മുടെ ഫസ്റ്റ് വൺ. വാട്ട് ആർ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്? എന്തൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് ഡേറ്റ, നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്താണ് നമ്മൾ അതിൽ നിന്ന് അനലിറ്റിക്സ് നടത്തുന്നു. ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് ഈസ് എ ഫ്രീക്വൻലി എംപ്ലോയ്ഡ് സ്റ്റൈൽ ഓഫ് ഡേറ്റ അനലിറ്റിക്സ് in which historical data is collected, organized and presented in a readily digestible format. Focuses on what has already occurred in an organization and unlike other types does not utilize its results to draw inferences or make forecasts. ഓൾറെഡി നടന്ന സംഭവങ്ങളുടെ ഒരു ചരിത്രം പഠിക്കുക, അതിനെ എന്താണ് മനസ്സിലാവുന്ന ഒരു ഫോർമാറ്റിലേക്ക് പ്രസന്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അതിൽ നിന്ന് കൂടുതലൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതാ പറഞ്ഞത് എന്താണ് ഫോക്കസസ് ഓൺ വാട്ട് ഹാസ് ഓൾറെഡി ഒക്കേർഡ് ആൻഡ് ഡസ് നോട്ട് യൂട്ടിലൈസ് ഇറ്റ്സ് റിസൾട്ട് ടു ഡ്രോ ഇൻഫറൻസസ് ഓർ ഫോർകാസ്റ്റ്.
ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യണോ പാറ്റേൺ കണ്ടുപിടിക്കാനോ ഒന്നും ഇതിന് മുതിരത്തില്ല. നടന്നതിനെ പറ്റിയൊരു അനാലിസിസ് അത്രേ ഉള്ളൂ. കഴിഞ്ഞു. പിന്നെ എന്താണ് ജനറൽ ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ് സിംപ്ലസ്റ്റ് കുറച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് വിത്ത് യൂസ് ഓഫ് വിസ്വൽ ടൂൾസ് സച്ച് ആസ് ലൈൻ ഗ്രാഫ്, പൈ ചാർട്ട് എന്താണ് അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സോ എന്താണ് നോട്ട് നെസസറി. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ഇവിടെ വരെ. ഓക്കെ, ഇനി ഹൗ ഡസ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് വർക്ക്, എങ്ങനെ വർക്ക് ചെയ്യും? ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ്. 1, ഡിസൈഡ് ദ ബിസിനസ് മെട്രിക്സ്. ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ബിസിനസ് മെട്രിക്സ് എന്താണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് അഗെയിൻസ്റ്റ് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് സച്ച് ആസ് ഇൻക്രീസിങ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓർ റവന്യൂ. അതായത് എന്തുമായിട്ടാണ് ഈ ഡേറ്റ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടതെന്നുള്ളത് നോക്കുക. ഇന്ന് റിസൾട്ട് ഒന്നും എടുക്കുന്നില്ല, പക്ഷെ എന്താണ് നമ്മളൊരു കഴിഞ്ഞ വർഷം ഇങ്ങനെ നടന്നു, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. സോ എന്താണ് അത് എന്താണ് ഇതുമായിട്ട് സിമിലർ ആയിട്ട് വേറെ എന്തെങ്കിലുമായിട്ട് കമ്പയറബിൾ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ സംഭവം നടന്നേക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഡിസൈഡ് ചെയ്യുക. സെക്കൻഡ് വൺ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡേറ്റ റിക്വയർമെന്റ്. എന്താണ് പറയുന്നത്? ഡേറ്റ ഈസ് ഗ്യാതേർഡ് ഫ്രം ദ സോഴ്സ് സച്ച് ആസ് റിപ്പോർട്ട്സ് ആൻഡ് ഡേറ്റാബേസ്. എന്താ പറയുന്നത്? ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഈ ഒരു ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റനെ കളക്ട് ചെയ്യുന്നു. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ബിസിനസ് മെട്രിക്സിനെ ഡിസൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഡേറ്റനെ കളക്ട് ചെയ്യുന്നു. മൂന്നാമത്തെ എന്താണ്? പ്രിപ്പറേഷൻ കളക്ഷൻ ഓഫ് ഡേറ്റ. എന്താണ്? ഡേറ്റ പ്രിപ്പറേഷൻ ഇൻക്ലൂഡ്സ് പബ്ലിക്കേഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ക്ലീനിങ് പ്രയർ ടു ദ അനാലിസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേറ്റനെ കളക്ട് ചെയ്യുന്നു, അതിനെ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നു. സ്റ്റെപ്പ് 4 എന്താണ്? അനാലിസിസ്. കളക്ട് ചെയ്ത ഡേറ്റനെ അനലൈസ് ചെയ്യുന്നു. അഞ്ചാമതാണ് അതിനെ പ്രസന്റ് ചെയ്യുന്നു. ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതിൽ നിന്ന് എന്താണ് കൂടുതലായിട്ട് ഒരു പാറ്റേൺ കണ്ടുപിടിക്കാനോ ഭാവി പ്രഡിക്റ്റ് ചെയ്യുന്നോ ഒന്നും ചെയ്യുന്നില്ല. ഓൾറെഡി നടന്നൊരു സംഭവത്തിനെ പറ്റി ഒരു അനാലിസിസ്, അത്രേ ഉള്ളൂ. സോ ഈ ഒരു 5 സ്റ്റെപ്സ് നിങ്ങൾ നോക്കി വെക്കുക. എന്താണ്? പ്രിപ്പറേഷൻ, കളക്ഷൻ ഓഫ് ഡേറ്റ, അനാലിസിസ്, പിന്നെ എന്താണ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. അടുത്തത് ഇൻഫർമേഷൻ റിവീൽഡ് ബൈ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. എന്തൊക്കെയാ? ജസ്റ്റ് എക്സാമ്പിൾസ് പോലെ നമുക്ക് ജസ്റ്റ് വായിച്ചു വിടാം. ആൻ ഓർഗനൈസേഷൻ യൂസസ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഓൺ എ ഡേ ടു ഡേ ബേസിസ്. പിന്നെ എന്താണ്? ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് ആൻ ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് കമ്പനീസ് റിപ്പോർട്ട് ഓഫ് ഇൻവെന്ററി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് അവരൊരു ഓവറോൾ ഐഡിയ തരും. പാസ്റ്റ് നടന്ന കാര്യങ്ങളുടെ ഒരു ഓവറോൾ ഐഡിയ തരും. സോഷ്യൽ അനലിറ്റിക്സ് ആർ വിർച്വലി എന്താണ് ഓൾവേസ് എ ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. നമ്പർ ഓഫ് ഫോളോവേഴ്സ്, ലൈക്സ്, പോസ്റ്റ് മേ ബി യൂട്ടിലൈസ് ടു കാൽക്കുലേറ്റ് എന്താണ് ആവറേജ് നമ്പർ ഓഫ് റിപ്ലൈസ് പെർ പോസ്റ്റ്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എന്താണ് നമ്മുടെ ഇൻഫ്ലുവൻസർ ഒക്കെ ആണെങ്കിൽ ഒരു പോസ്റ്റിന് കിട്ടിയേക്കുന്ന ലൈക്ക്, കമന്റ്, എന്താണ് ഷെയർസ്, ഇതെല്ലാം നോക്കിയിട്ട് എന്താണ് നമ്മുടെ പേജിന്റെ ഗ്രോത്ത് എന്തോരമാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും അല്ലേ. സോ ലൈക്ക് വൈസ്. പിന്നെ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്താണ്? ഡസ് നോട്ട് സീക്ക് ടു ഗോ ബിയോണ്ട് ദ സർഫസ് ഡേറ്റ ആൻഡ് അനാലിസിസ്. എന്താണ് പറയുന്നത്? ഈ ഓൾറെഡി നടന്ന കാര്യങ്ങൾക്ക് അപ്പുറം ഇത് അങ്ങോട്ടൊന്നും പോകുന്നില്ല. എക്സ്ട്രാ ഇൻക്വയറി ഫോൾസ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. കുറച്ചുകൂടെ ആഴത്തിൽ ഇറങ്ങി പരിപാടിയൊന്നുമില്ല, പാറ്റേൺ നോക്കത്തില്ല, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. സോ അത്രേ ഉള്ളൂ. എന്ത്? ഇൻഫർമേഷൻ റിവീൽഡ് ബൈ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് നോട്ട് നെസസറി. നിങ്ങൾ എക്സാമ്പിളായിട്ട് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് എന്നാ? അഡ്വാൻറ്റേജ് എന്നാ ഹിസ്റ്റോറിക്കൽ ഡേറ്റ മാത്രമായതുകൊണ്ട് എന്താണ് നമുക്ക് നടന്ന കാര്യത്തിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഡിസ്അഡ്വാൻറ്റേജ് എന്താ? നോ ഇൻഡെപ്ത് അനലിറ്റിക്സ്. ഇൻഡെപ്ത് ആയിട്ടൊന്നും ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇനി എക്സാമ്പിൾസ് എന്നാ? പാസ്റ്റ് ഇവന്റ്സ് സച്ച് ആസ് സെയിൽസ്, ഓപ്പറേഷൻ, മാർക്കറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോഷ്യൽ മീഡിയ, അതും എന്താണ് ഓർത്ത് വെക്കുക. ജസ്റ്റ് നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ട് ഓർത്ത് വെക്കുക. സോ അത്രേ ഉള്ളൂ. എന്ത്? ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഇതിനകത്തുനിന്ന് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്? ഈ 5 സ്റ്റെപ്പ് ഇത്രയും പഠിച്ചാൽ മതി, ഫോക്കസ് ചെയ്ത്. ഓക്കെ. ഡയഗ്നോസ്റ്റിക് അനാലിസിസ്. ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് എന്താണെന്ന് നോക്കാം. എന്താണ്? ഹൈലൈറ്റ്സ് ദ ടൂൾസ് ദാറ്റ് ആർ എംപ്ലോയ്ഡ് ടു ക്വസ്റ്റ്യൻ ദ ഡേറ്റ. വൈ ഡിഡ് ദിസ് ഒക്കർ? എന്തുകൊണ്ട് ഒരു സാധനം ഉണ്ടായി? ഡിസ്ക്രിപ്റ്റീവില് ഉണ്ടായോ? ഉണ്ടായി. ഓക്കെ, ഉണ്ടായ കാര്യങ്ങൾ എഴുതി വെച്ചു. ഡയഗ്നോസ്റ്റിക് ആണെങ്കിലോ എന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ടൊരു സംഭവം നടന്നു, അതിന്റെ റീസൺസിനെ ചോദ്യം ചെയ്യുന്നു. നോക്കിക്കേ, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്താണ്? ഫസ്റ്റ് ഫേസ് ഇൻ ഡേറ്റ അനലിറ്റിക്സ് ഫോർ മെജോറിറ്റി ഓഫ് ബിസിനസ്. ഇറ്റ് ഈസ് എ സ്ട്രേറ്റ് ഫോർവേഡ് മെത്തേഡ് ദാറ്റ് റെക്കോർഡ്സ് വാട്ട് ഹാസ് ഓൾറെഡി ഒക്കേർഡ്. അല്ലെ, ഡിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒക്കർ ചെയ്ത. ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസ് എ സ്റ്റെപ്പ് ഫർദർ ബൈ റിവീലിംഗ് ദ റാഷണൽ ബിഹൈൻഡ് ദ പർട്ടിക്കുലർ ഔട്ട്കംസ്. അതായത് ഇത്രയും
പിന്നെ എന്താണ് ഈ 2 പോയിന്റ് എഴുതുക. ഓക്കെ. പിന്നെ എന്താണ് ടിപ്പിക്കൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാ? ഡ്രിൽ ഡൗൺ, ഡേറ്റ മൈനിങ് ആൻഡ് കോറിലേഷൻ, അതും എഴുതുക. അത്രയും മതി. വാട്ട് ഈസ് ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും മതി. എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ആഴ്ന്നിറങ്ങി എന്താണ് അതിന്റെ റീസൺ കണ്ടുപിടിച്ച് നമ്മൾ എത്തിക്കുന്നു. സെറ്റല്ലേ? പിന്നെ it may be the analysts are responsible for identifying the data source which would be utilized. Frequently this requires them to search for trends outside the organization's own database. ഉണ്ടായ കാര്യങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ പോയി സെർച്ച് ചെയ്യണം അല്ലേ? കുറച്ചുകൂടെ ആഴത്തിൽ ഇറങ്ങി നമ്മൾ അകത്തുള്ളവരോടും പുറത്തുള്ളവരോടും ഒക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്യേണ്ടി വരും. ഇറ്റ് നെസസറി ടു ഇൻക്ലൂഡ് ഡാറ്റ ഫ്രം എക്സ്റ്റേണൽ സോഴ്സ് ഇൻ ഓർഡർ ടു ഫൈൻഡ് കണക്ഷൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ് കാഷ്വാലിറ്റി. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്നാ? ഓക്കെ. Diagnostic analysis develops solutions that may use to discover answers to data related problems and communicate insights within the organization. ഇത്ര മതി. എന്താണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്താൽ നമുക്ക് പരിഹാരമായി. സിമ്പിൾ. എക്സാമ്പിൾസ് ഓഫ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് ഇതുപോലെ കുറെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കി എന്തുകൊണ്ടാണ് ഒക്കെ ഇതേ റീസൺ നമ്മൾ കണ്ടുപിടിക്കാം. പിന്നെ എന്താണ് ഇവിടെ consider an HR department that wish to examine the performance of its employees based on quarter performance. അപ്പോൾ എന്താണ് you might establish your data model, utilize Python or R. പൈത്തണോ ആറോ യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ അതിനെന്താണ് എക്സാമിൻ ചെയ്യുന്നു. പിന്നെ എന്താണ് സൈബർ സെക്യൂരിറ്റീസ് ആണ് എക്സാമ്പിൾ ഫോർ ദ പ്രോബ്ലം. സൈബർ സെക്യൂരിറ്റി ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വീഴ്ച വന്നെന്നുള്ളതിന് എന്താണ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഓക്കെ. ടു ഡിസൈൻ പ്രിവെന്റീവ് മെഷേഴ്സ് ഫോർ ദ പൊട്ടൻഷ്യലി വൾണറബിൾ റീജൻ. നമ്മുടെ സൈറ്റിന് ഒരു പിഴവുണ്ട്, നമ്മുടെ സൈറ്റിലൊരു എന്തെങ്കിലും വിഷയമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ നേരത്തെ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ കോഡിങ്ങിലുള്ള പിഴവുകൾ കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ക്രോർസ് ഓഫ് എന്താണ് റിവാർഡ്സ് കിട്ടിയതായിട്ടുള്ള ന്യൂസുകൾ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ എനിക്ക് നമ്മുടെ ഒരു മലയാളി ഒരു പയ്യനുണ്ടായിരുന്നു, ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. സോ എന്താണ് അങ്ങനെ ഉള്ള ഡേറ്റ വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുന്നു, അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. എന്ത് ഡയഗ്നോസ്റ്റിക് അനാലിസിസ്. അത്രയും. ഡിസ്ക്രിപ്റ്റീവ് എന്താണ് ഹിസ്റ്റോറിക് ഡാറ്റയെ പറ്റി പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് എന്താണ് എന്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടായി നമ്മൾ തപ്പി കണ്ടുപിടിക്കുന്നു. പ്രെഡിക്റ്റീവ് അനാലിസിസ് പേര് തന്നെ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുക, ഭാവി പറയുക. ആസ് ഇംപ്ലൈഡ് ബൈ ദ നെയിം എന്താണ് ഫോക്കസസ് ഓൺ ഫോർകാസ്റ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് വാട്ട് മൈറ്റ് ഒക്കർ ഇൻ ദ ഫ്യൂച്ചർ. By analyzing past data patterns and trends, by examining historical data and customer insights, it is possible to predict what may occur in the future. അത്ര മതി. പറയുന്നത് എന്താ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസും ഡയഗ്നോസ്റ്റിക് അനാലിസിസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റീവ് അനാലിസിസ് ചെയ്യാൻ പറ്റും. എന്താണ് ഇനി എന്ത് നടക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. 2ഉം 3ഉം പ്രാവശ്യം ഒരേ ഇവന്റ് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷം ഇത് നടക്കാൻ സാധ്യതയുണ്ട്. സോ അതിനെന്താണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ഹൗ ഡസ് പ്രെഡിക്റ്റീവ് അനാലിസിസ് വർക്ക്? എന്താണ് ഡേറ്റ മൈനിങ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മെഷീൻ ലേണിംഗ്, പിന്നെ എന്താണ് ഡീപ്പ് ലേണിംഗ് നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ. ഡീപ്പ് ലേണിംഗ് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിനെ പറ്റി പറഞ്ഞു അല്ലേ. ഹ്യൂമൻ ബ്രെയിൻ നെറ്റ്വർക്ക് അതൊക്കെ വെച്ചിട്ട് എന്താണ് നമ്മുടെ തെറ്റുകളെ എന്താണ് പഠിച്ച് ഇംപ്രൂവ് ചെയ്യുക. മെഷീൻ ലേണിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ് തെറ്റ് പറ്റും, ആ തെറ്റിനെ അനലൈസ് ചെയ്തിട്ട് എന്താണ് കോഡ് തിരുത്തും അല്ലെ. പ്രോഗ്രാം തന്നെ അതിന്റെ കോഡിനെ തിരുത്തി ഇംപ്രൂവ് ചെയ്ത് എന്താണ് അറ്റ് ലാസ്റ്റ് എന്താണ് ഒരു തെറ്റുമില്ലാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് മാറും. അത് തന്നെയാണ് ഈ പ്രെഡിക്റ്റീവ് അനാലിസിസിൽ നടക്കുന്നത്. സോ എന്താണ് പിന്നെ വരുമ്പോൾ എന്താണ് ഒരു കാര്യം വരുമ്പോൾ തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്ത് അതിനുള്ള റെമഡി എടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. നിങ്ങൾ വായിച്ച് നോക്കുക. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ എക്സാമ്പിൾസ് ആണ്. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. എഫക്റ്റീവ്നെസ് ഇൻക്ലൂഡിങ് ഇൻവെന്ററി ഫോർകാസ്റ്റിംഗ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒരു 3-4 പ്രാവശ്യം ഒന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് മനസ്സിലാവും ഇൻവെന്ററി എപ്പോൾ തീരും. നിങ്ങൾ JIT ജസ്റ്റ് ഇൻ ടൈം എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ഡേഞ്ചർ ലെവൽ എത്തുന്നതിന് മുന്നേ തന്നെ എന്താണ് സാധനം ഓർഡർ ചെയ്യുക അല്ലെ. മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നു, നമ്മുടെ ഇൻവെന്ററി ഫുൾ ആക്കുന്നു, വീണ്ടും എന്താണ് പ്രൊഡക്ഷൻ ബ്രേക്ക് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. സോ അത് തന്നെ. പിന്നെ എന്താണ് കസ്റ്റമർ സർവീസ് വിച്ച് മേ എയ്ഡ് ഇൻ ബിസിനസ് ഇൻ ഗെയിനിങ് ഡീപ്പർ നോളജ് ഓഫ് ഹൂ ഇറ്റ്സ് ക്ലയൻസ് ആർ ആൻഡ് വാട്ട് ദേ വാണ്ട്. ആരൊക്കെയാണ് നമ്മുടെ ക്ലയന്റ്, അവർക്ക് എന്താണ് വേണ്ടത് അത് പ്രോപ്പറായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ പ്രെഡിക്റ്റീവ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യും അല്ലേ. അതായത് എന്താണ് കസ്റ്റമേഴ്സിന് വേണ്ടത് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് അതിനെ കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കുക.
ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്താണ്, ഇപ്പം നമ്മുടെ മൊബൈൽ ഫോൺസ് അല്ലെ, മൊബൈൽ ഫോൺസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, കറക്റ്റ് എന്താണ് കസ്റ്റമേഴ്സിന് വേണ്ടത് അത് പ്രോപ്പറായിട്ട് പക്കയായിട്ട് എത്തിച്ചു കൊടുക്കും. എന്ത് ഫീച്ചറാണ് നമ്മുടെ ഫോണിൽ വേണ്ടത്, എന്താണ് നമ്മുടെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ലാപ്ടോപ്സിന്റെ കേസിലാണെങ്കിലും അത് തന്നെ. സോ ദാറ്റ് ഈസ് പ്രെഡിക്റ്റീവ് അനാലിസിസ്. ഇനിയും അതല്ല, ആക്സസറീസ് ഒക്കെ നമ്മുടെ ഇപ്പം എന്താണ്, ഇയർബഡ്സ് അല്ലെ, അതൊക്കെ ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ എന്താണ് ബാറ്ററി ബാക്കപ്പ് അല്ലെ. സോ എന്താണ്, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ബെറ്റർ ബാറ്ററി ബാക്കപ്പും എന്താണ് പ്രോപ്പറായിട്ട് എന്താണ് നോയിസ് ക്യാൻസലേഷനും ഒക്കെ ഉള്ളത് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റ്സിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ എന്താണ് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. റിസ്ക് മിറ്റിഗേഷൻ, ഭാവിയിൽ നഷ്ടം വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് സാധ്യത ഉണ്ടെങ്കിൽ നമുക്കതിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത് നമ്മുടെ റിസ്ക്. ആ റിസ്കിനെ എന്ത് ചെയ്യും, മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. മിറ്റിഗേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. അതാണ് അഡ്വാൻറ്റേജസ് നോക്കി വെക്കുക. എക്സാമ്പിൾസ് എന്താണ് നിങ്ങൾ വായിച്ചു വിടുക. എക്സാമ്പിൾസ് ഓഫ് പ്രെഡിക്റ്റീവ് അനാലിസിസ് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോട്ട് നെസസറി. ഇ കൊമേഴ്സ്, സെയിൽസ്, ഹ്യൂമൻ റിസോഴ്സ്, IT സെക്ടർ പറയുന്നുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഡിസ്ക്രിപ്റ്റീവ്, പിന്നെ എന്താണ് ഡയഗ്നോസ്റ്റിക്, പ്രെഡിക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ്. പ്രിസ്ക്രിപ്ഷൻ എന്താണ് പറയുന്നത്, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ അസുഖം മനസ്സിലായി, ഇനി എന്താണ് അതിന് മരുന്ന് എഴുതുക അല്ലേ എന്ന് പറയുന്ന പോലെ ഞാനെന്ത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്താണ്, വാട്ട് ഹാസ് ഒക്കേർഡ്. ഡയഗ്നോസ്റ്റിക് എന്താണ്, വൈ ഇറ്റ് ഒക്കേർഡ്. പ്രെഡിക്റ്റീവ് എന്താണ്, വാട്ട് കുഡ് ഒക്കർ. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വാട്ട് ഷുഡ് ബി ഡൺ. ഇനി എന്ത് ചെയ്യണം, ഒരു സംഭവം നടന്നു, ഇനി എന്ത് ചെയ്യണം. ദിസ് അപ്രോച്ച് ഈസ് ദ ഫോർത്ത് ഫൈനൽ ആൻഡ് മോർ സോഫിസ്റ്റിക്കേറ്റഡ് സ്റ്റെപ്പ്. എന്താണ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഏർജസ് firms to action by assisting executives, managers and operational personnel in thinking the most informed decisions possible based on available data. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നിലവിൽ ഉള്ള പ്രശ്നത്തിന് തക്കതായ പരിഹാരം എന്തെടുക്കാം എന്നുള്ളതാണ് എന്ത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഇനി അതെങ്ങനെ വർക്ക് ചെയ്യും, ഒരു ഫർദർ സ്റ്റെപ്പ് കൂടെയാണ് ബൈ അഡ്വൈസിങ് ദ ബെസ്റ്റ് പൊട്ടൻഷ്യൽ ബിസിനസ് ആക്ഷൻ. കുറച്ചുകൂടെ എന്താണ് കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്പാണ്. പിന്നെ എന്താണ് നീഡിങ് ദ സിഗ്നിഫിക്കൻ്റ്ലി മോർ സ്പെഷ്യലൈസ്ഡ് അനലിറ്റിക്സ്. ഇവിടെയാണ് ഏറ്റവും നല്ല തീരുമാനം എടുക്കണം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എന്ത് നമുക്ക് സമയവും എഫേർട്ടും വേണ്ടി വരുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഇതുകൂടെ എഴുതി വെക്കാം. may have a significant impact on corporate strategy and decision making to enhance production customer experience. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റും, നമ്മുടെ കസ്റ്റമർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവും. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജ് എന്നാ, കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. അഡ്വാൻറ്റേജ് അതാണ് അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് ഒരുപാട് സമയം എഫേർട്ടും ഒക്കെ എടുക്കും അല്ലേ. പിന്നെ എന്താണ്, ഒരുപാട് എക്സ്റ്റേണൽ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോക്കാം. പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്താണ്, ഇമ്പോർട്ടൻറ്റ് ഇൻസൈറ്റ്സ് കൊടുക്കും. എന്താണ്, ഡിസിഷൻസ് ടു ഒപ്റ്റിമൈസ് കോർപ്പറേറ്റ് പെർഫോമൻസ് അല്ലേ. അതുപോലെ എന്താണ്, ഇൻ അഡീഷൻ ദ മെഷീൻ ലേണിംഗ് ടെക്നിക്സ് എന്താണ്, cannot consistently account for all the external variables. നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്കിതിന് തീരുമാനങ്ങൾ കൊടുക്കാനോ ഡിസിഷൻസ് കൊടുക്കാനോ പറ്റത്തില്ല. ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഡിസിഷൻസ് എടുക്കുന്ന ഹ്യൂമൻസ് ആയതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് തെറ്റ് പറ്റാം. പക്ഷെ മെഷീൻസ് ആണെങ്കിലും അവർക്ക് തെറ്റ് പറ്റാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും എന്താണ്, റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ട്. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോണിറ്ററിങ് പ്രൈസ് ഫ്ലക്ച്വേഷൻ, ഹെൽത്ത് കെയർ, ഇൻഷുറൻസ്, ഫാർമസ്യൂട്ടിക്കൽ. ജസ്റ്റ് വായിച്ച് നോക്കുക ഫോർ യുവർ നോളജ് ഉള്ളൂ. ഇങ്ങനെ എക്സാമ്പിൾസ് ആയിട്ടൊക്കെ എന്താണ് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അഡ്വാൻറ്റേജ് ഒക്കെ ചോദിക്കാം. ആൻഡ് എന്താണ് 4 എണ്ണത്തിനെ പറ്റി എഴുതാൻ ചോദിക്കാം. ഡിസ്ക്രിപ്റ്റീവ്, പിന്നെ ഡയഗ്നോസ്റ്റിക്, പ്രെഡിക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ്. ഇതിനെപ്പറ്റി എന്താണ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ഒരു ഡെഫിനിഷൻ എഴുതുക. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് എന്താണ് 1-2 ലൈൻ എഴുതുക. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എഴുതുക. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ എല്ലാത്തിനെ പറ്റി എഴുതി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു മാക്സിമം ചോദിക്കാൻ പറ്റുന്നതാണ് 8 മാർക്ക് അല്ലെങ്കിൽ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താണ് 2 മാർക്ക് വെച്ച് എന്താണ് 4 എണ്ണത്തിനോട് അലോട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെ എന്താണ്, അപ്പോൾ എന്താണ് നമുക്ക് റഫായിട്ട് എന്താണ് ഓരോന്നിനെ പറ്റി ഓരോ പാരഗ്രാഫ് വെച്ച് എന്താണ് ഫ്ലാറ്റ് എഴുതി നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടെക്നിക്സ് കഴിഞ്ഞു.
അടുത്തതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഫോർ ഡാറ്റ ടാഗിങ് ആൻഡ് റിപ്പോർട്ടിംഗ് XML ആൻഡ് XBRL. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് ചോദ്യം വരാം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. സോ XML, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് നോക്കാം. നിങ്ങൾ ഈ ചില സമയത്ത് ഡൗൺലോഡൊക്കെ ചെയ്യുമ്പോൾ .xml എന്നുള്ളൊരു ഫോർമാറ്റ് കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ ഈ ലാപ്ടോപ്പിൽ നമ്മൾ ക്രോമിൽ നിന്നൊക്കെ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുമ്പോൾ .xml ഫോർമാറ്റിലായിരിക്കും സേവ് ആകുന്നത്. സോ എന്താണ്, അതിനെപ്പറ്റി തന്നെയാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ഒരു എൻകോഡിംഗ് ലാംഗ്വേജ് ആണ്. XML is a file format and markup language for storing, transferring and recreating arbitrary data. ഡേറ്റനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും റീക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ഫയൽ ഫോർമാറ്റ് ആണ്. ഇറ്റ് സ്പെസിഫൈസ് എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫോർ എൻകോഡിംഗ് ടെക്സ്റ്റ് ഇൻ എ ഫോർമാറ്റ് ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ബൈ ബോത്ത് ഹ്യൂമൻസ് ആൻഡ് മെഷീൻസ്. മനുഷ്യർക്കും മെഷീൻസിനും ഒരേപോലെ മനസ്സിലാകത്തക്ക രീതിയിൽ ഇതിനെ എൻകോഡ് ചെയ്യും. ഡിഫൈൻഡ് ബൈ അതൊന്നും വേണമെന്നില്ല. ഇത് വേൾഡ് WWW എന്താണ് കൺസോർഷ്യം ആൻഡ് ന്യൂമറസ് അതർ റിലേറ്റഡ് സ്പെസിഫിക്കേഷൻസ് വിച്ച് ആർ ഓൾ ഫ്രീ ഓപ്പൺ സ്റ്റാൻഡേർഡ്സ്. XML ഫോർമാറ്റ് ഫ്രീ ആൻഡ് ഓപ്പൺ സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ എന്താണ് ഡിസൈൻ ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് ഈസ് എ ടെക്സ്ച്വൽ ഡാറ്റ ഫോർമാറ്റ് വിച്ച് സിഗ്നിഫിക്കൻ്റ്ലി സപ്പോർട്ട് ഫോർ മെനി ഹ്യൂമൻ ലാംഗ്വേജസ് വയ യൂണിക്കോഡ്. Although XML architecture is centered over the text, the language is commonly used to express arbitrary datasets such as those employed by web services. ഈ ഇപ്പം XMLനെ പറ്റി പറയാനാണെങ്കിൽ ഒരു XML ഫയൽ ഏത് OS-നകത്തും റൺ ആവും, ഏത് OS-നകത്തും ഓപ്പൺ ആവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് ആയിക്കോട്ടെ, നമ്മുടെ ലിനക്സ് ആയിക്കോട്ടെ, ലിനക്സിൻ്റെ തന്നെ വരുന്ന വേറെ ഉണ്ടല്ലോ ഉബുണ്ടു അല്ലേ, ഉബുണ്ടു, കാലി ലിനക്സ്, അല്ലെങ്കിൽ എന്താണ് DBN, ഇതുമല്ല നമ്മുടെ ഇനിയിപ്പോൾ വേണ്ട ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഏതിലും XML ഫയൽ ഓപ്പൺ ആവും. അതാണ് അതിൻ്റെ പ്രത്യേകത. മെഷീൻസിനും ഹ്യൂമൻസിനും റീഡബിൾ ആയിരിക്കും. അതാണ് XML ഫയലിൻ്റെ പ്രത്യേകത. അത്ര അറിഞ്ഞാൽ മതി. ആൻഡ് ഈ ഒരു മാർക്ക് ചെയ്ത് അത്രയും പഠിക്കുക, ഇത്രയും എന്താണ് നോക്കി വെക്കുക. പിന്നെ അതിനെപ്പറ്റി കുറേ അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് എന്താണ് എക്സാമിന് ഓർത്ത് വെച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മളെ കൊണ്ട് എഴുതാനും പറ്റത്തില്ല, എഴുതേണ്ട കാര്യവുമില്ല. സോ ഇത്രയും മതി എന്താണ് XMLനെ പറ്റി. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് XML എന്താണ് ഇന്റർനെറ്റിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഡോക്യുമെന്റ് ഫോർമാറ്റ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ XML സ്റ്റാൻഡേർഡ്സ് ആയിട്ട്. പിന്നെ എന്താണ് നമ്മുടെ MS ഓഫീസിലും XML ഫോർമാറ്റിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. SVG, XHTML. XML ഇസ് ഓൾസോ എന്താണ് ഫൗണ്ടേഷൻ ലാംഗ്വേജ് ഫോർ എന്താണ് XMPP, SOAP. പിന്നെ എന്താണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ്, അതിലൊക്കെ XML യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളിലൊക്കെയും എന്താണ് നോക്കിക്കേ, മിസ്മോ, പിന്നെ എന്താണ് നാഷണൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് മോഡൽ, ഇതിലൊക്കെ എന്താണ് XML യൂസ് ചെയ്യാറുണ്ട്. സോ എന്താണ് ഇതിൽ നിന്ന് എവിടെയൊക്കെ ഇത് യൂസ് ചെയ്യുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ എന്താണ് ഒരു 4-5 പേര് ഓർത്ത് വെക്കുക, അത് എഴുതുക. ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ മാത്രമുള്ള പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുമില്ല. നെക്സ്റ്റ് വൺ ഈസ് XBRL. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. XBRL നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ എന്താണ് നമ്മുടെ ഫൈനലിൽ വരുമ്പോൾ കോസ്റ്റ് ഓഡിറ്റ്, അതിനകത്ത് നമ്മുടെ ഫോം നമ്പർ CRA4 നമ്മൾ എന്താണ് MCAക്ക് ഫയൽ ചെയ്യുന്നത് XBRL ഫോർമാറ്റിലാണ്. നിങ്ങളത് ഓഡിറ്റിങ്ങിനകത്ത് നിങ്ങൾ പഠിക്കും. ഇന്റർ ഓഡിറ്റിങ്ങിനകത്ത് നിങ്ങൾക്ക് എന്താണ് റഫായിട്ട് പഠിക്കാനുണ്ട്. ഇനി അതല്ല ഫൈനലി വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ XBRL എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റെൻസിബിൾ ബിസിനസ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ് is a data description language that facilitates interchange of standard comprehensible corporate data. നമ്മുടെ ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡേറ്റയും XBRL ഫോർമാറ്റിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണെങ്കിലും എന്താണ് കാര്യങ്ങളെല്ലാം XBRL ഫോർമാറ്റിലാണ് ഡീൽ ചെയ്യുന്നത്. It is based on XML and enables automated interchange, trustworthy extraction of financial data across all software types and technology. ഈ XBRL ഫോർമാറ്റിലോട്ട് ഡേറ്റേനെ മാറ്റി കഴിഞ്ഞുള്ള ഒരു ഗുണം എന്താണെന്നറിയോ? ഏത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലും ഇത് റൺ ആവും, ഇത് റീഡബിൾ ആവും. അതാണ് XBRLിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. XBRL ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് ലോകത്തിൽ എവിടെ നിന്ന് വേണേലും ഇത് റൺ ആവും ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ. അതാണ് XBRLിൻ്റെ പ്രത്യേകത. XML ആണെങ്കിൽ എന്താണ് എല്ലാ ഫയലും യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ XBRL ആണെങ്കിൽ ഫൈനാൻഷ്യൽ ഡേറ്റ
എന്താണ് റിപ്പോർട്ട് ചെയ്യാനും അതിനെ പ്രസന്റ് ചെയ്യാനും അതിനെ എൻകോഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ XBRL യൂസ് ചെയ്യുന്നത്. ഇതാ നോക്ക്, XBRL allows organizations to arrange data using tags. ടാഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഡേറ്റ മാത്രമല്ല, അതിനൊരു എക്സ്പ്ലനേഷൻ, അതിനൊരു ടാഗ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഡേറ്റയ്ക്ക് ഒരു പേര് കൊടുക്കാൻ പറ്റും. When a piece of data is labeled as revenue, XBRL enabled application to know whether it pertains to revenue. റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റവന്യൂ ടാഗ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം റവന്യൂ റിലേറ്റഡ് ആണെന്ന് മനസ്സിലാകാൻ പറ്റും. അങ്ങനെ എന്താണ് കുറച്ചുകൂടി ഓട്ടോ സെൻസിങ് എന്ന് വേണേൽ പറയാൻ പറ്റും. The integrity of data is safeguarded by the norms that have been already accepted. പിന്നെ എന്താണ്, XBRL offers expanded contextual information on the precise data content of the financial documents. അത്രയും മതി. പിന്നെ എന്താണ്, with XBRL, a business, a person, or any other software program may quickly produce a variety of output formats and reports based on financial statements. അത്രയും മതി. XBRL ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മതി. വാലിഡ് പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പോയിന്റ്സ് നോക്കി വെക്കുക. എന്താ പറയുന്നത്, വെറൈറ്റി ഓഫ് ഔട്ട്പുട്ട്സ് അല്ലേ. XBRL ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്, ഒരു മെഷീനിന്, ഒരു സോഫ്റ്റ്വെയറിന് ഈസി ആയിട്ട് ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ എന്താണ് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഒരു ഔട്ട്പുട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ സാധനം എന്താണ്, ഇത് 3 പേർക്ക് റീഡബിൾ ആയിരിക്കും. അതാണ് XBRLന്റെ പ്രത്യേകത. മനുഷ്യർക്ക് വായിക്കാം, കമ്പ്യൂട്ടറിന് വായിക്കാം, ഈവൻ സോഫ്റ്റ്വെയർസിന് എന്താണ് അത് ഈസി ആയിട്ട് റീഡബിൾ ആയിരിക്കും. സോഫ്റ്റ്വെയർ സ്പെസിഫിക് അല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ചിലപ്പം ടാലിയിൽ ഔട്ട്പുട്ട് ചെയ്തൊരു ഫയല് ചിലപ്പോൾ നമ്മൾ സാപ്പിൽ ലോഡ് ആവത്തില്ല. ഒരു എക്സാമ്പിൾ വേണം പറയാം അല്ലേ. പക്ഷേ എന്താണ് XBRL ഫോർമാറ്റ് ആണെങ്കിൽ ഇത് എല്ലാത്തിനകത്തും ലോഡ് ആവും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എന്നും കരുതി പ്രാക്ടിക്കലി അത് ലോഡാവുമെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ബെനിഫിറ്റ്സ് ഓഫ് XBRL ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ചോദ്യം വരാം. കാരണം ഫൈനലിനകത്തും നമ്മുടെ ഇപ്പോഴത്തെ കറൻ്റ് പേപ്പർ 17 കോസ്റ്റ് ഓഡിറ്റിനകത്ത് ബെനിഫിറ്റ്സ് ഓഫ് XBRL, അതുപോലെ നമ്മുടെ പേപ്പർ 18 CFR അതിനകത്താണെങ്കിലും XBRLൻ്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ടായിരുന്നു. സോ എന്താണ്, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എന്താണ് ഫൈനലിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. നോക്കാം. ഓൾ റിപ്പോർട്ട്സ് ആർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ഫ്രം എ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ വിച്ച് റെഡ്യൂസ് ദ ചാൻസ് ഓഫ് എറോണിയസ് ഡേറ്റ എൻട്രി. എറേഴ്സ് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. റെഡ്യൂസ് എക്സ്പെൻസസ് ബൈ സിംപ്ലിഫൈങ് ആൻഡ് ഓട്ടോമേറ്റിംഗ് ദ പ്രിപ്പറേഷൻ. എന്താണ്, നമ്മുടെ ചെലവ് വെട്ടിച്ചുരുക്കാൻ സഹായിക്കുന്നു. ആക്സലറേറ്റ്സ് എ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ഫൈനാൻഷ്യൽ എൻറ്റിറ്റീസ് സച്ച് ആസ് ബാങ്ക്സ് ആൻഡ് റേറ്റിംഗ് സർവീസസ്. ക്രെഡിറ്റ് റേറ്റിംഗ് സർവീസ് അല്ലെ, സിബിൽ അങ്ങനെയൊക്കെയുള്ള അവരുടെ എന്താണ്, അല്ലെങ്കിൽ ബാങ്ക്സിൻ്റെ ഒക്കെ എന്താണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യുന്നു. ഫെസിലിറ്റേറ്റ്സ് പബ്ലിക്കേഷൻ ഓഫ് അനലിസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റർ റിപ്പോർട്ട്. എന്താണ്, അത് ഈസി ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ആക്സസ് കമ്പാരിസൺ ആൻഡ് അനലിറ്റിക് കേപ്പബിലിറ്റീസ് ഫോർ ഇൻഫർമേഷൻ ആർ അൺപാരലൽ. എന്താണ് ഇതിൻ്റെ ആക്സസ്, അതിൻ്റെ കമ്പാരിസൺ, അതിൻ്റെ കേപ്പബിലിറ്റീസ് എല്ലാം എന്താണ് അൺപാരലൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പകരം വെക്കാൻ മറന്നുമില്ല. സോ അതുകൊണ്ടാണ് XBRL യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പം MCAയുടെ സൈറ്റിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ എന്താണ് XBRL നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ആണെങ്കിലും ഒക്കെ നമ്മൾ XBRL ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ എന്താ XBRLനെ പറ്റി. ആ മൊഡ്യൂൾ തീർന്നു. ഇവിടെ എന്താണ് XMLനെ പറ്റി പറഞ്ഞാൽ XMLനെ പറ്റി എന്താണ് ഇത്രയും പഠിച്ചു വെക്കുക. ആപ്ലിക്കേഷൻസ് 1-2 ഓർത്ത് വെക്കുക. XBRLനെ പറ്റി എന്താണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങളും പഠിച്ചു വെക്കുക. ആൻഡ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്താണ് നോക്കുക. സോ അത്രയേ ഉള്ളൂ ബെനിഫിറ്റ്സ് ഓഫ് XBRL. ഓക്കെ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ബിസിനസ് ഇൻ്റലിജൻസ്, AI, RPA ആൻഡ് മെഷീൻ ലേണിംഗ്. അതാണ് നമ്മുടെ അടുത്ത മൊഡ്യൂൾ. സോ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, നിങ്ങൾ ക്ലൗഡ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കോമൺ ആയിട്ട് നമുക്ക് പറയാനാണെങ്കിൽ എന്താണ്, നമ്മുടെ ആപ്പിളിൻ്റെ iCloud എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗൂഗിളിൻ്റെ ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ വൺ ഡ്രൈവ്, ഇതൊക്കെ എന്താണ് നമ്മൾ ക്ലൗഡ് എന്ന് പറയും അല്ലേ. ക്ലൗഡിനെ പറ്റി ഞാൻ മുമ്പേ ഒരു റഫ് ഐഡിയ തന്നായിരുന്നു. എന്താണ്, ഒരു സെറ്റ് ഓഫ് സെർവേഴ്സ് അല്ലേ, അത് എവിടെ വേണേലും ഇരിക്കാം. ആ സെർവേഴ്സിലായിരിക്കും നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ അതിന് പറഞ്ഞ വരുന്നത് ക്ലൗഡ്. സോ നോക്കിക്കേ, simply described, cloud computing is a delivery of variety of services through the internet. Delivery of variety of services through the internet or the cloud. It involves storing and accessing data via distant servers as opposed to local hard drives and private data centers. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിന് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിന് ഒക്കെ എന്താണ്
ഒരു ഡേറ്റ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് അല്ലേ? ഇപ്പോൾ ഫോണൊക്കെ പറയുവാണെങ്കിൽ എന്താണ് 64 GB കാണും, 128 GB കാണും, 256 കാണും. ഇപ്പം എന്താണ് 1 TB ഒക്കെ ഇപ്പം എന്താണ് ഇറങ്ങുന്നുണ്ട് അല്ലേ? പക്ഷെ എന്താണ് ഈ 1 TB കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അല്ലേ? പിന്നെ അതിനപ്പുറം നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയാണ് നമ്മുടെ ക്ലൗഡിൻ്റെ യൂസ് വരുന്നത്. ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കുന്നു. ആൻഡ് എന്താണ് ഇതെന്താണ് നമ്മുടെ ഫോണിലേക്ക് ഇത് സ്റ്റോർ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പം എന്താണ് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൽ സ്റ്റോറേജ് അത്രയും കുറച്ചുകൊണ്ട് എന്താണ് നമ്മൾ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുന്നു. സോ എന്താണ് നെറ്റ് യൂസ് ചെയ്ത് നമുക്കിത് ആവശ്യമുള്ളപ്പോൾ മാത്രം ആക്സസ് ചെയ്താൽ മതി. വെറുതെ ഇതെല്ലാം കൂടെ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഇതപ്പോൾ എവിടാ സ്റ്റോർ ആവുന്നേ? ഡേറ്റാ സെന്റേഴ്സ് അല്ലേ? അതെവിടാ? ഡേറ്റാ സെർവേഴ്സ് അല്ലേ? സെർവേഴ്സ് എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് എന്താണ് സ്റ്റോറേജ് ഡിവൈസസ് എന്താണ് ഒരു സ്ഥലത്ത് എന്താണ് ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കും. അവിടെ ആയിരിക്കും സ്റ്റോർ ആവുന്നത്. അവിടെ ഡേറ്റ സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ് അല്ലേ? സോ എന്താണ് നമുക്ക് വേണ്ടപ്പോൾ മാത്രം ആ സെർവറിൽ നമുക്ക് ഇങ്ങനെ ആക്സസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും ഇതിന്റെ ഒരു എന്താണ് ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമുക്ക് നോക്കാം. 3 ടൈപ്പാണ്: പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഹൈബ്രിഡ്. പ്രൈവറ്റ് ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിന് വേണ്ടി മാത്രം അവർ ഒരു ക്ലൗഡ് ഒരു സെർവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബിസിനസ് റിലേറ്റഡ് ഡേറ്റ ആ സെർവറിനകത്തൂടെ മാത്രമേ പോകത്തുള്ളൂ, പുറത്ത് പോകത്തില്ല. പുറത്തുള്ള ആൾക്കാർക്ക് ആക്സസ് ഇല്ല. അതിന് പറഞ്ഞ പേരാണെന്ത്? പ്രൈവറ്റ് ക്ലൗഡ്. നോക്കിക്കേ, that is exclusive to a single corporate organization with physical components housed on premises or in a vendor's data center. ഇപ്പം നമ്മുടെ എന്താണ് ഇപ്പം സൈറ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്കറിയാം TCS അല്ലേ, ടാറ്റ കൺസൾട്ടൻസി, അവരുടെ ഡേറ്റാ സെന്റേഴ്സിലായിരിക്കും എന്ത് കുറേയൊക്കെ എന്താണ് നമ്മുടെ ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ സൈറ്റ്സ് എന്ത് സ്റ്റോർ ആവുന്നത്. സോ എന്താണ് അങ്ങനെയുള്ള വെൻഡേഴ്സിന്റെ സൈറ്റിൽ അല്ലെങ്കിൽ എന്താണ് വിപ്രോ, നമ്മുടെ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ എന്താണ് ഡേറ്റാ സെന്റേഴ്സ് ഉണ്ട് അല്ലേ? അവിടെയാണ് സ്റ്റോർ ആവുന്നത്. സോ എന്താണ് പറയുന്നത്? ഒന്നുകിൽ ഇത് ക്ലയന്റിന്റെ ലൊക്കേഷൻ. ഇപ്പൊ നമ്മുടെ ഒരു കമ്പനി എടുക്കാം. ഇപ്പൊ നമുക്ക് റിലയൻസ് എടുക്കാം, ഒരു എക്സാമ്പിൾ പറയാം. റിലയൻസിന് വേണമെങ്കിൽ അവരുടെ സെർവേഴ്സ് എന്താണ് അവരുടെ കമ്പനിക്കകത്ത് തന്നെ എന്താണ് അവർക്ക് സെർവർ ഫാം സെറ്റ് ചെയ്തിട്ട് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, അവരെന്താണ് അവരുടെ കമ്പനിയിൽ സ്പേസും ഇതും എല്ലാം എന്താണ് യൂസ് ചെയ്യാതെ തന്നെ എന്താണ് അവര് ഫ്രാഞ്ചൈസി പോട്ട് അവരെന്താണ് ഒരു പ്രൈവറ്റ് ക്ലൗഡ് പ്രൊവൈഡറിന് എന്താണ് ഇത് കൊടുക്കുകയാണ്. സോ എന്താണ് വിപ്രോ. അപ്പൊ എന്താണ് വിപ്രോയിന്റെ സെർവേഴ്സ് അതെന്താണ് റിലയൻസിന്റെ ഓഫീസിലായിരിക്കത്തില്ല ഇരിക്കുന്നത്, വിപ്രോയുടെ ഓഫീസിലായിരിക്കും ഇരിക്കുന്നത്. അവിടെ ആയിരിക്കും എന്ത് ഇവരുടെ ക്ലൗഡ് റിലേറ്റഡ് കാര്യങ്ങൾ എന്ത് സ്റ്റോർ ചെയ്യുന്നത്. സോ അതിന്റെ പ്രൊട്ടക്ഷനും മെയിൻ്റെനൻസ് കാര്യങ്ങളും എല്ലാവരും വിപ്രോ ചെയ്യും. വിപ്രോ ചെയ്തിട്ട് എന്താണ് ഇവർ പേയ്മെന്റ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഞങ്ങളുടെ ക്ലൗഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതിന്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതിനുമുള്ള ആ ഒരു ഫീസ് മാത്രം എന്ത് റിലയൻസ് കൊടുത്താൽ മതി. വിപ്രോ ആയിരിക്കും എന്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ റിയലി ഇങ്ങനൊന്നും അല്ല നടക്കുന്നത്, ബട്ട് എന്താണ് ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ. ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. സോ എന്താണ് നോക്കിക്കേ, ദിസ് സൊല്യൂഷൻ ഗിവ്സ് എ ഹൈ ലെവൽ ഓഫ് കൺട്രോൾ ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ പ്രൈവറ്റ് ക്ലൗഡ് ഈസ് അവൈലബിൾ ജസ്റ്റ് ടു വൺ എന്റർപ്രൈസ്. ഇപ്പം എന്താ ഇപ്പം പറഞ്ഞേ, റിലയൻസിന്റെ കാര്യങ്ങൾ നോക്കാൻ വിപ്രോനെ ഏൽപ്പിച്ചേക്കുവാണ് എന്ന് വിചാരിക്കുക. സോ എന്താണ് റിലയൻസിന്റെ കാര്യങ്ങൾ റിലയൻസിലുള്ളവർക്ക് മാത്രമേ ആക്സസിബിൾ ആയിട്ടുള്ളൂ. അവരുടെ കാര്യങ്ങൾ പുറത്ത് പോകത്തില്ല, അതിനകത്ത് തന്നെ നിൽക്കും. ദാറ്റ്സ് ഇറ്റ്. In a visualized environment, the benefits include a customizable architecture, enhanced security procedures, പിന്നെ എന്താണ് the capacity to expand computer resources as needed. In many instances, a business maintains a private cloud infrastructure on premises and providing cloud computing services to the internal users over the intranet. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ മെജോറിറ്റി ആയിട്ടും എന്താണ് അവരുടെ തന്നെ പ്രമിസിനകത്ത് ഇപ്പൊ റിലയൻസ് ആണെങ്കിൽ എന്താണ് ഇങ്ങനെ വിപ്രോയുടെ ഇതിൽ കൊടുക്കാതെ തന്നെ എന്താണ് മെജോറിറ്റി കേസസിലും അവരെന്താ ചെയ്യുന്നത്, അവരുടെ പ്രമിസിൽ തന്നെ എന്താണ് അവരത് സെറ്റ് ചെയ്തിട്ട് അവരുടെ എംപ്ലോയീസിന് മാത്രമേ അവർ ആക്സസ് കൊടുക്കത്തുള്ളൂ. അവരുടെ മാനേജേഴ്സിന് അവരുടെ എംപ്ലോയീസിനൊക്കെ അവർ ആക്സസ് കൊടുക്കത്തുള്ളൂ. അപ്പൊ എന്താണ് അവരുടെ കാര്യങ്ങളൊന്നും പുറത്ത് പോകത്തില്ല. ഇന്റർനെറ്റ് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. ഇത് ഇന്റർനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനകത്ത് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള നെറ്റ്. In other cases, the company engages with a third-party cloud services to provide host and operating service. എന്താണ് പറഞ്ഞത്? അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ പോലെ എന്താണ് അവരൊരു തേർഡ് പാർട്ടിനെ ഏൽപ്പിക്കും. ഈ പറഞ്ഞ പോലെ റിലയൻസ് വിപ്രോനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് എന്താണ് വിപ്രോ ആണ് അത് മാനേജ് ചെയ്യുന്നത്. ഒന്നുകിൽ എന്താണ് തേർഡ് പാർട്ടിനെ ഏൽപ്പിക്കാം, അവർ മാനേജ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ് റിലയൻസ് തന്നെ സ്വമേധയാ എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ അവർ സെറ്റ് ചെയ്തിട്ട് എന്താണ് അവർ തന്നെ ഡേറ്റാ ഫാം സെറ്റ് ചെയ്ത് അവർ തന്നെ സെർവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു.
ഇതാണ് രണ്ട് രീതിയിൽ നമുക്ക് പ്രൈവറ്റ് ക്ലൗഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് പബ്ലിക് ക്ലൗഡ്. പബ്ലിക് ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പബ്ലിക് ക്ലൗഡ് ഉള്ള ഉദാഹരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ എന്താണ് ഐക്ലൗഡ്, ഇതൊക്കെ എന്താണ് പബ്ലിക് ക്ലൗഡാ, എല്ലാവർക്കും ഓപ്പണാ അല്ലേ? ആ സർവീസസ് എല്ലാവർക്കും ആക്സസബിൾ ആണ്. നോക്കിക്കേ, ആൻഡ് ആപ്ലിക്കേഷൻസ് ത്രൂ ദ ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ് അല്ല ഇവിടെ ഇന്റർനെറ്റ്, ഇറ്റ് ഈസ് ഫുള്ളി വിർച്വലൈസ് ഇനേബിളിംഗ് ആൻ എൻവയോൺമെന്റ് ഇൻ വിച്ച് എന്താണ് ഷെയർഡ് റിസോഴ്സസ് മേ ബി യൂട്ടിലൈസ്ഡ് ആസ് നെസസറി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ മൈക്രോസോഫ്റ്റ് 365 എന്ന് കേട്ടിട്ടുണ്ടോ? ആ സാധനം എന്താണ് ക്ലൗഡ് ബേസ്ഡ് ആണ്. അപ്പോൾ എന്താണ് ഈ മൈക്രോസോഫ്റ്റ് 365 എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് എന്താണ് MS ഓഫീസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അത്രയും ഡാറ്റ ഒന്നും കളയണ്ട. ജസ്റ്റ് എന്താണ് നമ്മുടെ എഡ്ജ് ബ്രൗസർ എടുത്ത് വെച്ച് എന്താണ് മൈക്രോസോഫ്റ്റ് 365 എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ എന്താണ് ലോഗിനും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് എക്സൽ, വേർഡ്, പവർ പോയിന്റ് എല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെറ്റ് മാത്രം ഉണ്ടായാൽ മതി, എവിടെ ഇരുന്ന് വേണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഗൂഗിൾ ഷീറ്റ്സ്, ഗൂഗിൾ ടോക്സ്, ഗൂഗിൾ പ്രസൻറ്റേഷൻ, ഇതൊക്കെ എന്താണ് പബ്ലിക് ക്ലൗഡിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ എന്താണ് നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെ നിന്ന് വേണ്ട ഈ സർവീസ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ്, സോ ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. ഹൈബ്രിഡ് ക്ലൗഡ്. ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെയും പ്രൈവറ്റിൻ്റെയും കൂടെ ഒരു മിക്സ് ആണ്. പ്രൈവറ്റ് ആക്കേണ്ടത് പ്രൈവറ്റ് ആയിട്ട് വെക്കാം, പബ്ലിക് ആക്കേണ്ടത് പബ്ലിക് ആയിട്ട് വെക്കാം. അതാണ്. നോക്കിക്കേ, enables enterprises to exploit the benefits of shared resources while leveraging their existing IT infrastructure for mission critical security needs. എന്താണ് പറയുന്നത്? സീക്രട്ടീവ് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ എന്താണ് അവർക്ക് സെക്യൂർ ആയിട്ട് വെക്കുകയും ചെയ്യാം, പബ്ലിക് ആക്കുന്ന ഡാറ്റ അവർക്ക് പബ്ലിക് ആക്കുകയും ചെയ്യാം. അതാണ് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ അത്രയേ ഉള്ളൂ എന്താ 3 ടൈപ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അടുത്തത് വരുന്ന BI, ബിസിനസ് ഇന്റലിജൻസ്. BI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം, ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താണ് ബെസ്റ്റ് പ്രാക്ടീസസ് ടു അസിസ്റ്റ് ദ ബിസിനസ് ഇൻ മേക്കിംഗ് ചോയ്സസ് ദാറ്റ് ആർ മോർ ഡേറ്റ ഡ്രിവൺ. ഈ ഒരു ലൈൻ പഠിക്കാം. എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഡേറ്റ മൈനിങ്, ഡേറ്റ വിഷ്വലൈസേഷൻ, ഡേറ്റ ടൂൾസ്, ഇതെല്ലാം യൂസ് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്? കുറച്ചുകൂടി എന്താണ് ബെറ്റർ ചോയ്സ്, ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് എന്താണ് BI സഹായിക്കുന്നു. ബിസിനസ് ഇന്റലിജൻസ്. Modern BI systems promote adaptable self-services control data on dependable platforms. പിന്നെ എന്താണ് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ പറയുന്നുണ്ട്. നെവർ മൈൻഡ്, ലീവ് ഇറ്റ്. ആൻഡ് BI മെത്തേഡ്സ്. ഡേറ്റ മൈനിങ്, നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഡേറ്റ മൈനിങ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ. റിപ്പോർട്ടിംഗ്, നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം. പെർഫോമൻസ് മെട്രിക്സ് ആൻഡ് ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് പറഞ്ഞു, ക്വറിങ്, ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഡേറ്റ വിഷ്വലൈസേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ ചാർട്ട്സ്, ഹിസ്റ്റോഗ്രാം, അതെല്ലാം വിഷ്വൽ അനാലിസിസ് എന്താണ് ഈ ഒരു ഹൈറാർക്കി, അതിൻ്റെ ഒരു ഫ്ലോയിനെ അനലൈസ് ചെയ്യുക. ഡേറ്റ പ്രിപ്പറേഷൻ, ഇതൊക്കെയാണ് എന്ത് അതിൻ്റെ BI മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ എന്താണ് ജസ്റ്റ് വായിച്ചു വെക്കുക. BIയുടെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ആമസോൺ ഗോ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ US ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ആമസോൺ ഗോ. ആമസോണിൻ്റെ ഒരു സ്റ്റോറാണത്. അവിടെ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആമസോൺ ഗോ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. റഫ് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്തോ ചെയ്യുന്നത്? നമ്മൾ ചെല്ലുന്നു, സൂപ്പർ മാർക്കറ്റ് ചെല്ലുന്നു, നമ്മളെന്താണ് ട്രോളി എടുക്കുന്നു, അല്ലെങ്കിൽ എന്താണ് മറ്റേ ബക്കറ്റ് എടുക്കുന്നു അല്ലേ. എന്നിട്ട് എന്താണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്താണ് നമ്മൾ ആ ബക്കറ്റിലേക്ക് പെറുക്കിയിടുന്നു. നമ്മുടെ വേണ്ട സാധനങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കൗണ്ടറിൽ വരുന്നു, ഓരോ സാധനങ്ങൾ പെറുക്കി വെക്കുന്നു, അവിടെ ഇരിക്കുന്ന ആളത്ത് വരുന്നു, ബാർകോഡ് വെക്കുന്നു, സ്കാൻ ചെയ്യുന്നു, ബാർകോഡ് വെക്കുന്നു, സ്കാൻ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ബാർകോഡിൽ സ്കാൻ ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്? പ്രോഡക്റ്റും അതിൻ്റെ പ്രൈസും നമ്മുടെ ബില്ലിലോട്ട് വരും അല്ലേ. ആൻഡ് അറ്റ് ലാസ്റ്റ് എന്താണ് എല്ലാം പെറുക്കിയിട്ട് കഴിയുമ്പോൾ എന്താണ് ബില്ലടിച്ച് കൈ തരുന്നു, നമ്മൾ പേ ചെയ്യുന്നു. ഈ സാധനമെല്ലാം നമ്മൾ കവറിലാക്കി എന്താണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നു. ഇതാണ് നമ്മുടെ എന്താണ് ടിപ്പിക്കൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ സംഭവിക്കുന്നത്. ഈ ആമസോൺ ഗോ വന്നപ്പോൾ അവരതിനെ ടോട്ടലി അതിനെ എന്താണ് റെവല്യൂഷനൈസ് ചെയ്തു. അതായത് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ വെറുതെ കൈയും വീശി ആമസോൺ ഗോ സ്റ്റോറിൽ പോകുന്നു. അവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. ആ ബാസ്ക്കറ്റ് ഞാൻ എടുക്കുന്നു. ഞാൻ ഓരോ റാക്കിൽ നിന്നും എനിക്ക് വേണ്ട സാധനം പെറുക്കിയിടുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. ഇത്രയേ ഉള്ളൂ. അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ
ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് നമ്മുടെ ആമസോൺ പേ ഒക്കെ ലിങ്ക്ഡ് ആയിട്ട് വെക്കണം. അതിന് അത്യാവശ്യം ബാലൻസ് ഉണ്ടായിരിക്കണം. ആൻഡ് എന്താണ് നമ്മുടെ അക്കൗണ്ട് സൈൻഡ് ഇൻ ആയിരിക്കണം. നമ്മളിപ്പോൾ നോർമലി ആമസോണിലൊക്കെ സാധനങ്ങൾ ഡെലിവറി ചെയ്യുമ്പോൾ എന്താണ് അതിനൊക്കെ ഉള്ള പോലെ തന്നെ ആമസോൺ പേയിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ കയറുമ്പോൾ തന്നെ എന്താണ് നമ്മൾ ബാസ്ക്കറ്റ് എടുക്കുന്നു. നമ്മൾ ഒരു റാക്കിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് എൻ്റെ ബാസ്ക്കറ്റിലോട്ട് ഞാൻ ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഓട്ടോമാറ്റിക്കലി എൻ്റെ ആമസോണിൻ്റെ അക്കൗണ്ടിനകത്തോട്ട് ഈ ഐറ്റം എന്താണ് ആഡ് ആകും. റിയൽ ടൈം ഞാൻ ആ സാധനം എടുത്തിടുമ്പോൾ തന്നെ അതെൻ്റെ അക്കൗണ്ടിൽ ആഡ് ആവും. ഞാൻ അതെടുത്ത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അത് കുറയും, മൈനസ് ആവും. അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ സാധനങ്ങൾ പെറുക്കിയിടുന്നു. ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം പെറുക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി അവിടെ തന്നെ എന്താണ് ഇവിടെ അഡീഷൻസ് നടക്കുന്നു അല്ലെ, സാധനങ്ങൾ ആഡ് ആവുന്നു. ആൻഡ് ഞാൻ ആ ആമസോൺ ഗോവിൻ്റെ ആ ഒരു എന്താണ് അവരുടെ എക്സിറ്റിൽ നിന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളുടെ എന്താണ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എൻ്റെ ആമസോൺ പേ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്റ്റ് ആവുന്നു. നമ്മൾ പോയി കൗണ്ടറിൽ നിന്ന് ക്യൂ നിൽക്കേണ്ട, സാധനം പെറുക്കിയിട്ട് എന്താണ് തെള്ളണ്ട, ഒന്നും ചെയ്യേണ്ട, നമ്മൾ മെനക്കെടണ്ട. എന്താണ് ടോട്ടലി എന്താണ് അത് നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് കുറയ്ക്കും, നമ്മുടെ സമയം കുറയ്ക്കും. കയറുന്നു, സാധനം എടുക്കുന്നു, ഇറങ്ങുന്നു, പോകുന്നു, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. സോ ഇതൊക്കെ എന്താണ് ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. എന്താണ് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീപ്പ് ലേണിങ്ങും മെഷീൻ ലേണിങ്ങും ഒക്കെ എന്താണ് അപ്ലൈ ചെയ്ത് എടുത്ത ഒരു സംഭവമാണ്. സോ അവിടെ നടക്കുന്ന വേറൊരു കാര്യം കൂടെ. ഞാൻ റാക്കിൽ നിന്നൊരു സാധനം എടുത്ത് എൻ്റെ ബാസ്ക്കറ്റിലിട്ടു. ഇങ്ങനെ ആ റാക്കിലെ സാധനം തീർന്നാൽ എന്തോ പറ്റുമെന്ന് അറിയാമോ? ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇൻവെൻട്രിയിൽ ഇൻഫോം ചെയ്യും, സാധനം ഓർഡർ ചെയ്യും. എന്താണ് ഈ സാധനം, ഈ റാക്കിലെ സാധനം തീർന്നിട്ടുണ്ട്, വന്ന് ഫില്ല് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് എന്താണ് കമ്പനിക്ക് മെസ്സേജ് പോകും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ എന്താണ് അവിടെ സാധനങ്ങളും എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ഫില്ലാവുന്നതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട, ടോട്ടലി എന്താണ് ഓട്ടോമേറ്റഡ് ആണ്. അതാണ് നമ്മുടെ ആമസോൺ ഗോ. ഇതിൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം, അതിനെപ്പറ്റി കൂടുതലായിട്ട് വായിച്ച് നോക്കണം. ഓക്കെ, ബിസിനസ് ഇൻ്റലിജൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പം നമ്മൾ അതിനെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ, എയുടെ കാലം അല്ലേ. എന്താണ് നമ്മളിപ്പോൾ ഫോട്ടോ ലാബ് ആപ്പിൽ AI ജനറേറ്റ് ചെയ്തിട്ട് എന്താണ് ഓരോ ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ട് എന്താണ് അതൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ഇതൊന്നും അല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എന്താണ് ജസ്റ്റ് എന്താണ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ് ഈ ഫോട്ടോ ജനറേഷനൊക്കെ. ഇതിനപ്പുറം ചെയ്യാൻ പറ്റും AIക്ക്. സോ നോക്കാം. It is a science and engineering of making intelligent machines, especially intelligent computer programs. It is related to similar task of using computer to understand human intelligence. But AI does not have to confine itself to the methods that are biologically observable. ഇവിടെ പരാതി. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ AI ബേസ് ചെയ്തിട്ട് നമുക്ക് മലയാളം സിനിമകളൊന്നുമില്ല, ഇംഗ്ലീഷ് മൂവീസ് ഒരുപാടുണ്ട്. ഒരു എക്സാമ്പിൾ വേണം നമുക്ക് പറയാം. നമ്മുടെ രജനീകാന്തിൻ്റെ എന്തിരൻ സിനിമ, അതിനകത്ത് നമ്മുടെ ചിട്ടി റോബോട്ട് അല്ലേ, ചിട്ടിക്ക് എന്താ പറ്റുന്നത്, കുറച്ച് കഴിയുമ്പോൾ അത് ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും അല്ലേ. എന്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് അത് എന്താണ് ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കാൻ തുടങ്ങും. ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ ഒരു മെഷീൻ ചിന്തിക്കാൻ തുടങ്ങും അല്ലേ. അതാണ് AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മനുഷ്യനെ പോലെ തീരുമാനങ്ങൾ എടുക്കാനും ഒരു മനുഷ്യനെ പോലെ എന്താണ് ഒരു സാഹചര്യം ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു മെഷീന് വന്നു കഴിഞ്ഞാൽ ആ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു ഇൻ്റലിജൻസിന് പറഞ്ഞ പേരാണ് AI. ഇതിലും ക്ലാസിക്കായിട്ട് അതിനെ എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ AIക്ക് പല യൂസസ് ഉണ്ട്, പല ഫങ്ഷൻസ് ഉണ്ട്. അതിൻ്റെ സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈഡാണ്. ഇനിയും നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കുക, കുറച്ച് നാളൂടെ കഴിയുമ്പോൾ ഒരുപക്ഷെ ക്ലാസ് എടുക്കാൻ എന്താണ് ഇതുപോലെ എന്നെ പോലെ ആരും കാണത്തില്ല. അതും ചിലപ്പോൾ എന്താണ് AI ആയിരിക്കും ക്ലാസ് എടുക്കുന്നത് അല്ലേ, ആയിക്കൂടാഴികയില്ല. സോ എന്താണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പിന്നെ എന്താണ് രണ്ട് പേര് AI പറ്റി പറയുന്ന രണ്ട് ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് മോഡേൺ അപ്രോച്ചിനെ പറ്റി പറയുന്നത് നോട്ട് റെലവൻറ്റ്. ഇത് നോക്കുക, ഹ്യൂമൻ അപ്രോച്ച് ആൻഡ് ഐഡിയൽ അപ്രോച്ച്. ഹ്യൂമൻ അപ്രോച്ച് എന്താണ് മനുഷ്യരെ പോലെ ചിന്തിക്കുക, മനുഷ്യരെ പോലെ പ്രവർത്തിക്കുക. തിങ്ക് ലൈക്ക് ഹ്യൂമൻസ്, ആക്ട് ലൈക്ക് ഹ്യൂമൻസ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ ചിട്ടി റോബോട്ട് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെ ഇപ്പം അതിനൊരു സിനാരിയോ പറയുന്നത്, മറ്റേ മിലിറ്ററി ബേസിൽ പോകുമ്പോൾ ഗ്രനേഡിൽ പൂവെടുത്ത് വെച്ചിട്ട് എന്താണ്
ഐശ്വര്യ റായിനെ പറ്റി എന്താണ് പൊക്കി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അതൊക്കെ എന്താണ് മനുഷ്യരെ പോലെ ഫീലിങ്സ് വന്നോണ്ടാ, മനുഷ്യനെ പോലെ ആക്ട് ചെയ്യുന്നുണ്ടോ അല്ലേ? സോ അതാണ് എന്താ ഹ്യൂമൻ അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പോലെ കണ്ടാൽ മതി. ഐഡിയൽ അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്ക് റാഷണലി, എന്താണ് ആക്ട് റാഷണലി, എന്താണ് റാദർ ദാൻ ഫീലിങ്സിന് എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആ സിറ്റുവേഷന് അനുയോജ്യമായ രീതിയിൽ ആക്ട് ചെയ്യുക. ഓക്കെ, അതാണ് എന്താ തിങ്ക് റാഷണലി ആക്ട് റാഷണലി. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മുടെ ഡോക്ടർ സിനിമ, അതിൽ ശിവകാർത്തികേയൻ ഇൻട്രോ സീനിൽ എന്താണ് ആളൊരു മിലിറ്ററി ഡോക്ടറാണ്. അപ്പം എനിമി സൈഡിൽ നിന്നുള്ള ഒരു സോൾജറിനെ കൊണ്ടുവന്ന് കിടത്തും, എന്താണ് ഒരു ഇന്ത്യൻ സോൾജറിനെ കൊണ്ടുവന്ന് കിടത്തും. അപ്പോൾ ഈ ഡോക്ടർ നോക്കിയിട്ട് എന്താണ് നമ്മുടെ ഇന്ത്യൻ സോൾജറിനെ നോക്കിയിട്ട് ആ ആൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കത്തില്ല, ജസ്റ്റ് മരുന്ന് വെച്ച് വിടത്തേ ഉള്ളൂ. എന്നിട്ട് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആ എനിമി സോൾജറിന് കൊടുക്കും. അപ്പോൾ അവിടെ നിൽക്കുന്ന കമാൻഡിങ് ഓഫീസർ ചോദിക്കും താൻ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ അയാൾ പറയും എന്താണ് ഇന്ത്യൻ സോൾജറിന് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായതുകൊണ്ട് അയാളെ ഇനിയും ചികിത്സിച്ചിട്ടും സമയം സ്പെൻഡ് ചെയ്തിട്ടും കാര്യമില്ല. നേരെ മറിച്ച് ആ എഫേർട്ട് സമയവും ഈ എനിമി സോൾജറിന് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളെ ജീവൻ രക്ഷിക്കാൻ പറ്റും. അതാണ് റാഷണൽ തിങ്കിങ്. കറക്റ്റ് എന്താണ് വേണ്ടത് അത് ചെയ്യുക. ലൈക്ക് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ? ഏതിനാണോ സർവൈവൽ ചാൻസ് കൂടുതൽ അതിന് നമ്മൾ കൂടുതൽ സമയം അലോട്ട് ചെയ്ത് നമ്മൾ അതിനെ എന്താണ് സേവ് ചെയ്യുക. അതാണ് ഐഡിയൽ അപ്രോച്ച്. ഹ്യൂമൻ അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതേ സിനാരിയോയിൽ ഹ്യൂമൻ അപ്രോച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഓക്കെ ഇന്ത്യൻ സോൾജർ ആണ്, ഇയാളെ രക്ഷിക്കാൻ നോക്കും, എനിമി സോൾജറിനെ രക്ഷിക്കാൻ നോക്കത്തില്ല. അതെന്താണ് പക്ഷെ എന്താണ് അവിടെ ഫെയിലിയർ ആവും. കാര്യം എന്താ ഇന്ത്യൻ സോൾജറും മരിക്കും, എന്താണ് എനിമി സോൾജറും മരിക്കും അല്ലേ? എന്താണ് ഇന്ത്യൻ സോൾജറിന് സർവൈവൽ ചാൻസ് കുറവായതുകൊണ്ട് അയാൾ എങ്ങനെയായാലും മരിച്ചു പോകും. ആൻഡ് എന്താണ് എനിമി സോൾജറിനെ പറ്റി പറയുമ്പോഴെന്താണ് അയാൾക്ക് വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടാത്തതുകൊണ്ട് അയാളും മരിച്ചു പോകും. റാഷണൽ അപ്രോച്ച് ആണെങ്കിൽ എന്താണ് അവിടെ ഒരാളെങ്കിലും ജയിക്കും. ഇതേ ഐഡിയ തന്നെ നമ്മുടെ ബിസിനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ബിസിനസ്സിൽ നമ്മൾ പല കാര്യങ്ങൾ എന്താണ് പഠിക്കുന്നുണ്ട് അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, മേക്ക് ഓർ ബൈ ഡിസിഷൻ, നമ്മൾ ഉണ്ടാക്കണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കണോ എന്നുള്ള ഡിസിഷൻസ്. അതുപോലെ എന്താണ് ഷട്ട് ഡൗൺ അല്ലെ, ഒരു ഡിവിഷനെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യണോ വേണ്ടയോ അങ്ങനത്തെ ഡിസിഷൻസ്. ഇതിനൊക്കെ എന്താണ് AI ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ആസ് ഓഫ് നൗ അത്ര ഇല്ലെങ്കിൽ കൂടിയും ഭാവിയിൽ ഇതെല്ലാം വരാം. അതാണെന്ത് നമ്മുടെ ഹ്യൂമൻ അപ്രോച്ച് വേഴ്സസ് ഐഡിയൽ അപ്രോച്ച്. എയുടെ പല ആപ്ലിക്കേഷൻസ് ഇൻ ഫിനാൻസ് പറയുന്നുണ്ട് അല്ലേ? ആൽഗോറിതമിക് ട്രേഡിംഗ്, റോബോ അഡ്വൈസറി, ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സിംഗ്, പ്രൈസിംഗ് ഓഫ് ഇൻഷുറൻസ് പ്രോഡക്ട്സ്. ലെൻഡിങ് ആണെങ്കിലോ എന്താണ് കൊമേഴ്ഷ്യൽ ലെൻഡിങ്, റീറ്റെയിൽ ലെൻഡിങ്, പിന്നെ എന്താ ഡിറ്റക്ടിങ് പോസിബിലിറ്റി ഓഫ് ഡിഫോൾട്ട്, നമ്മൾ കൊടുത്ത പൈസ തിരിച്ച് കിട്ടാതിരിക്കാനുള്ള ചാൻസ്. ഓഡിറ്റ് ആൻഡ് കംപ്ലൈൻസ് ആണെങ്കിലോ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആലോചിക്കുക ഇപ്പോൾ പിള്ളേരിരുന്ന് വൗച്ചിങ്ങും വെരിഫിക്കേഷനും ഒക്കെ ചെയ്യുന്നതിന് പകരം എന്താണ് AI വന്ന് എന്താണ് ഓഡിറ്റ് ചെയ്താലൊന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. റോബോട്ട് ഒന്ന് ചെയ്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. പരിപാടി പെട്ടെന്ന് തീരുകയും ചെയ്യും, പെട്ടെന്ന് ഫ്രോഡ് ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ആവുകയും ചെയ്യും. റെഗുലേറ്ററി കംപ്ലൈൻസ്, ട്രാവൽ ആൻഡ് എക്സ്പെൻസ് മാനേജ്മെന്റ്. കസ്റ്റമർ സർവീസ് ആണെങ്കിലോ KYC ഓട്ടോമാറ്റിക്കായിട്ട് KYC അപ്ഡേറ്റിംഗ് നടക്കും. പിന്നെ എന്താണ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഡിസ്കവർ ചെയ്യും. പുതിയ എന്താണ് കസ്റ്റമേഴ്സിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ AI യൂസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇത് പഠിച്ചോണേ, പോയിന്റ്സ് ആയിട്ട് ഇത് പഠിച്ചോണം. എന്താണ് ആപ്ലിക്കേഷൻസ് ഇൻ ഫൈനാൻഷ്യൽ സർവീസസ് എന്താണ് അധികം പോയിന്റ്സ് ഒന്നുമില്ല അല്ലേ? സോ ഇത് നോക്കി വെക്കാം. ടൈപ്സ് ഓഫ് AI, വീക്ക് വേഴ്സസ് സ്ട്രോങ്. വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് AI ഉണ്ട്, സ്ട്രോങ് AI ഉണ്ട്. വീക്ക് AI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫോണിലെ നമ്മൾ പറയത്തില്ല ഗൂഗിൾ അസിസ്റ്റന്റ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹേയ് സിറി, അതുപോലെ എന്താണ് അലക്സ, ഇതൊക്കെ നമ്മുടെ അതുപോലെ കുറച്ച് നാളെ മുന്നേ വരെ എന്താണ് നമ്മുടെ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നു കൊർട്ടാന അല്ലേ? സോ ഇതൊക്കെ എന്താണ് വീക്ക് AI. ഇതിനൊക്കെ എന്താണ് ഓരോ സെറ്റ് ഓഫ് കാര്യങ്ങൾ ഫിക്സ്ഡ് ആയിട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇനി സ്ട്രോങ് AI ഉണ്ട്. സ്ട്രോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചെസ് കളിക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ട്, ചെസ് പ്ലേയിങ് കമ്പ്യൂട്ടർ ഉണ്ട്. ഒപ്പോണന്റിന്റെ മൂവിനെ എന്താണ് മനസ്സിലാക്കി അടുത്ത മൂവിനെ പ്ലാൻ ചെയ്യുന്നതാണെന്ന് ഈ ചെസ് പ്ലേയിങ് കമ്പ്യൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് AI ബേസ്ഡ് ആയിട്ടാണ്. അപ്പൊ എന്താണ് ഈ ഒപ്പോണന്റിനെ നേരത്തെ ചിലപ്പോൾ ആ കമ്പ്യൂട്ടർ കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും, നേരത്തെ അയാളുടെ ഗെയിം കളിച്ചിട്ട് പോലും ഇല്ലായിരിക്കും. പക്ഷെ അയാളുടെ പാറ്റേണിനെയും അയാളുടെ മൂവ്സിനെയും അനലൈസ് ചെയ്ത് അയാൾ അടുത്ത മൂവ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അനലൈസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് AIs ഉണ്ട്. ഇതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഡീപ് ബ്ലൂ എന്ന് പറഞ്ഞ് പണ്ടൊരു AI ഉണ്ടായിരുന്നു, അത് ചെസ് പ്ലേയിങ് സൂപ്പർ കമ്പ്യൂട്ടറാണ്. സോ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ് ഇതും പറയുന്നുണ്ട്, കുറെ ഫിക്ഷനകത്ത് വരുന്നുണ്ട് അല്ലേ?
In the meanwhile, finest instances of artificial superintelligence comes from science fiction. HAL ഒരു സിനിമയാണ്, സ്പേസ് ഒഡീസി, സൂപ്പർ ഹ്യൂമൻ റോ കമ്പ്യൂട്ടേഴ്സ്. പിന്നെ വേറെ പറയാനുണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ ടെർമിനേറ്റർ, സ്കൈനെറ്റ് എന്ന് പറഞ്ഞ AI ഉണ്ടല്ലേ. അതുപോലെ വേറെ ഏതാണ്, ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ എടുത്തുകയാണെങ്കിൽ അയൺമാനകത്ത് ഏജ് ഓഫ് അൾട്രോൺ, അൾട്രോൺ എന്ന് പറഞ്ഞൊരു AI ഉണ്ട്. അതെന്താണ്, അതും ഒരു AI ആണ്. പക്ഷെ എന്താണ്, ഇതൊക്കെ എന്താണ്, അവർ സ്വയം തിരിച്ചറിഞ്ഞ് മനുഷ്യർ അവർക്ക് ത്രെറ്റ് ആണെന്ന് പറഞ്ഞിട്ട് മനുഷ്യരെ കൊല്ലാൻ തുടങ്ങും. ഇതൊക്കെയാണ് മിക്കവാറും ഈ വക സിനിമയിലെ എല്ലാം എന്ത് തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുപോലെ കുറെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഇലോൺ മസ്കും പറഞ്ഞിട്ടുണ്ട് എന്ത്, AI ഭാവിയിൽ AI ഭയങ്കര ഡേഞ്ചർ ആയിരിക്കുമെന്ന്. നമുക്ക് അറിയില്ല എന്തായി തീരുമെന്ന്. എന്നാലും എന്താണ്, ഇപ്പൊ AI യുഗമാണ്, AI ആണെല്ലാം കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. പക്ഷെ അറ്റ് സം പോയിന്റ് ഇത് ചിലപ്പോൾ ഡേഞ്ചർ ആയേക്കാം. മനുഷ്യനെ തന്നെ AI ഒരു ത്രെട്ട് ആയിട്ട് മാറും. ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാട് എന്താണ് സയൻസ് ഫിക്ഷൻ ബുക്സ് ഒക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതാണ് എന്ത് ടൈപ്സ് ഓഫ് AI. ആൻഡ് അടുത്തത് ഡീപ്പ് ലേണിംഗ് വേഴ്സസ് മെഷീൻ ലേണിംഗ്. AIയിൽ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഡീപ്പ് ലേണിംഗ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളിവിടെ നേരത്തെ ന്യൂറൽ നെറ്റ്വർക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. എന്താണ്, നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസ് ഫയർ ചെയ്തിട്ടാണ് എന്ത് നമുക്ക്, ഞാൻ കൈ മൂവ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലേ. സോ ഇതാണെന്ത്, ഓരോ നോഡ്, ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലോട്ട് ഇൻഫർമേഷൻ പോകുന്നു. അങ്ങനെ ന്യൂറോൺസ് ഫയർ ആയിട്ടാണ് എന്ത് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഡീപ്പ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ പഠിച്ചാൽ മതി. ഡീപ്പ് ലേണിംഗ് ഓട്ടോമേറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദ ഫീച്ചർ എക്സ്ട്രാക്ഷൻ സ്റ്റെപ്പ്, റിഡ്യൂസിംഗ് ദ നീഡ് ഫോർ മാനുവൽ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ആൻഡ് ഇനേബിളിംഗ് യൂസേജ് ഓഫ് ബിഗർ ഡാറ്റ സെറ്റ്സ്. പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് എന്താണ് അത് പഠിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഡീപ്പ് മെഷീൻ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. മനസ്സിലായോ? അതായത് നോക്കിക്കേ, ഡീപ്പ് മെഷീൻ ലേണിംഗ് ക്യാൻ യൂട്ടിലൈസ് ലേബൽ ഡാറ്റ സെറ്റ്സ്, ഓൾസോ നോൺ ആസ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, ടു എഡ്യൂക്കേറ്റ് ഇറ്റ്സ് ഓൺ അൽഗോരിതം, ഓൾദോ എ ലേബൽ ഡാറ്റ സെറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. അതായത് അതിൻ്റെ അൽഗോരിതത്തിനെ അത് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, സെൽഫായിട്ട് ഇവോൾവ് ചെയ്യും. നമ്മളെങ്ങനെ, മനുഷ്യരെങ്ങനെ ഇമ്പ്രൂവ് ആകുന്നത്, നമ്മൾ തെറ്റ് ചെയ്യും, കറക്റ്റ് ചെയ്യും, അതിൽ നിന്ന് എന്താണ് ഉൾക്കൊണ്ട് എന്താണ് നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും അല്ലേ, നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. അങ്ങനെ അതുപോലെ തന്നെയാണ് എന്ത് മെഷീൻസിന്റെ കാര്യത്തിലും പറയുന്നത്. സോ അതാണ് എന്ത് ഈ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്, അതിന്റെ എന്താണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ വരുന്നൊരു കാര്യം എന്താണ്, മനുഷ്യര് ഒരു കാര്യം പഠിച്ചെടുക്കുന്ന പോലെ തന്നെ ഒരു മെഷീനും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, തെറ്റുകൾ ഉൾക്കൊണ്ട് പഠിച്ചെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യമാണിത് ഡീപ്പ് ലേണിംഗ്. സോ അതാണ്. ആൻഡ് RPA, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ. ഇതാ ഇവിടെ നിന്ന് നോക്കിയാൽ മതി. By studying human digital behaviors, RPA enables user to construct bots. ബോട്ട് എന്ന് കേട്ടിട്ടില്ല നിങ്ങളെ? ബോട്ട് എന്ന് എവിടെയൊക്കെയാണ് കേട്ടുള്ളത്? ടെലിഗ്രാം ബോട്ട്സ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ടെലിഗ്രാം ബോട്ട്സാണ്. നമ്മൾ ചോദിച്ചാൽ എന്താണ്, ചിലപ്പോൾ സിനിമയൊക്കെ അയച്ചു തരും അല്ലേ. അതുപോലെ എന്താണ് ചാറ്റ് ബോട്ട്സ് ഉണ്ടല്ലേ. നമ്മൾ ചില സൈറ്റിലൊക്കെ പോകുമ്പോഴേ നമുക്ക് ഹെൽപ്പ് വേണം. ഹെൽപ്പ് വേണപ്പോൾ എന്താണ് നമുക്ക് അവരോട് ചാറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, ചാറ്റ് ബോട്ട്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ വേണം പറയാം. നമ്മുടെ സ്നാപ്ചാറ്റിലൊരു ചാറ്റ് ബോട്ട് ഉണ്ട്. അതുപോലെ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ് ഒരു ചാറ്റ് ബോട്ടാണ് അല്ലെ. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് വരും അല്ലെ. അതൊക്കെ എന്താണ്, ഒരു ബോട്ടാണ്. അതുപോലെ വേറെ എക്സാമ്പിൾ ഏതാണ്, പണ്ട് നിങ്ങൾ ഹൈക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഹൈക്ക് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അതിനകത്ത് നറ്റാഷ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബോട്ടായിരുന്നു. സോ ഇതൊക്കെയാണ് എന്ത് ബോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗിവ് യുവർ ബോട്ട് ഇൻസ്ട്രക്ഷൻസ്, ദെൻ ലെറ്റ് ദം കംപ്ലീറ്റ് ദ ടാസ്ക്. അതാണ് പറയുന്നത്. നമ്മൾ ബോട്ടിന് ഒരു ടാസ്ക് കൊടുക്കുന്നു, ബോട്ട് അത് പെർഫോം ചെയ്യുന്നു. ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു റോബോട്ടിനെ പോലെ തന്നെ, പക്ഷെ അതൊരു സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലാണുള്ളത്. അതിനാണ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഈ പബ്ജി, ഫ്രീ ഫയർ, BGMI ഒക്കെ കളിക്കുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ബോട്ട്സ് ഉണ്ടാവുമെന്ന് പറയും അല്ലേ, ബോട്ടാന്ന് പറയും. എന്താ ഈ ബോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഒരു പ്ലെയർ ഇല്ല ആക്ച്വലി അല്ലേ. നിങ്ങൾക്കെതിരായിട്ട് കളിക്കാൻ വേണ്ടി ഒരു പ്ലെയർ ഇല്ല. പക്ഷെ എന്താണ്, പക്ഷെ നിങ്ങൾക്കെതിരെ ഒരു സാധനം കളിക്കുന്നുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ബോട്ടാണെന്ന്. അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ എന്താണ് ഇങ്ങനെ വെടിവെച്ച് പോകണം, അതാണെന്ന് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ ചെസ്സൊക്കെ എടുക്കുമ്പോൾ എന്താണ് നമ്മൾ വേഴ്സസ് സിസ്റ്റം കളിക്കും അല്ലെ. ലുഡോ, ഇതൊക്കെ എന്താണ് നമ്മൾ വേഴ്സസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഗെയിമിൽ സെറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്കെതിരെ കളിക്കുന്ന ആരാ, അതൊരു ബോട്ടാണ്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ഒരു ബോട്ടിനെ സെറ്റ് ചെയ്ത് വെക്കുന്നു,
ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രീസ് ഇടുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ട്രേഡിംഗ് ബി ആൻഡിൽ പ്രിപ്പയർ ചെയ്യുന്നു. അതിനൊക്കെ ആയിട്ടൊരു ബോട്ടിനെ സെറ്റ് ചെയ്ത് വെച്ചുള്ള അവസ്ഥ നനച്ചിരിക്കുക. ഭാവിയിൽ അതൊക്കെ വന്നുകൂടാഴികയില്ല. Robotic process automation possesses a digital skill set that exceeds that of humans. Consider RPA bots to be a digital workforce capable of interacting with any system or application. Bot may copy paste, scrap site data, do complications, access transfer files, analyze emails, log into programs. ഇതൊക്കെയാണെന്ത് നമുക്കൊരു ബോട്ടിനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെക്കാം. എന്താണ് ഡെയിലി എൻ്റെ മെയിൽ നോക്കിയിട്ട് സ്പാം ആയിട്ട് തോന്നുന്നതെല്ലാം ഡിലീറ്റ് ചെയ്ത് വെക്കണം. എന്തൊക്കെയാണ് സ്പാം? ഇന്ന സൈറ്റുകളിൽ നിന്നൊക്കെ വരുന്നതാണ് സ്പാം എന്ന് പറഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതാണ് ബോട്ട് കയറിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യും അല്ലേ. അതൊക്കെയാണത്. നമുക്കിങ്ങനെ ഓരോ ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ എന്താണ് അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഹയർ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ സമയം കുറവായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ. കുറച്ച് സമയം മതി ഒരു കാര്യം ചെയ്യാൻ, ബോട്ട് ചെയ്തോളും. ഹയർ ആക്യുറസി, ഒരേ കാര്യം തന്നെ തന്നെ പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റും, ബോട്ടിന് തെറ്റത്തില്ല. സേവിങ് ഓഫ് കോസ്റ്റ്, ഒരേ കാര്യം തന്നെ പിന്നെ ചെയ്യേണ്ടി വരുന്ന കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബോട്ടിനെ ഇരുത്തി കഴിഞ്ഞാൽ എന്താ ബോട്ട് തന്നെ ചെയ്തോളും. ഇന്റഗ്രേഷൻ അക്രോസ് പ്ലാറ്റ്ഫോംസ്, മറ്റ് പ്ലാറ്റ്ഫോമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ബെറ്റർ കസ്റ്റമർ എക്സ്പീരിയൻസ്, ഹാർനസിങ് AI സ്കെയിലബിലിറ്റി. ജസ്റ്റ് ഓർത്ത് വെക്കുക, ഒരു 5-6 എണ്ണം പഠിച്ചു വെക്കുക. സോ ബോട്ട് വന്നാൽ എന്താണ് നമ്മുടെ പരിപാടികൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ അതാണത് RPA. അടുത്താണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്താ നോക്കാം. ഈസ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഡിവോട്ടഡ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ഡെവലപ്പിംഗ് സിസ്റ്റം ദാറ്റ് ലേൺസ് ഓർ വേസ് ദാറ്റ് യൂസസ് എന്താണ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് എ സെറ്റ് ഓഫ് ടാസ്ക്സ്. സ്വയമേ പഠിച്ചുകൊണ്ടേയിരിക്കും മെഷീൻ ലേണിംഗ്. കൺസിഡറിംഗ് എന്താണ് കമ്പോണന്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഓർഡർ ടു ജനറേറ്റ് പ്രഡിക്ഷൻസ് ഓർ കൺക്ലൂഷൻസ് വിത്തൗട്ട് ബീങ് എക്സ്പ്ലിസിറ്റ്ലി ടോട്ട് ടു ഡു സോ. നമ്മളായിട്ട് അതിനെ പഠിപ്പിക്കേണ്ട, അതായിട്ട് പഠിച്ചെടുത്തു. മനസ്സിലായോ? അതായത് സച്ച് ആസ് ഇമെയിൽ ഫിൽട്ടറിംഗ്, സ്പീച്ച് റെക്കഗ്നിഷൻ ആൻഡ് കമ്പ്യൂട്ടർ വിഷൻ. എന്താണ് ഇതൊക്കെ എന്താണ് മെഷീൻ ലേണിംഗിന്റെ ഒരു എക്സാമ്പിളാണ്. മെഷീൻ തന്നെ പഠിച്ചെടുക്കുന്നു കാര്യങ്ങൾ, നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല. അതാണ് മെഷീൻ ലേണിംഗ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിന്റെ കോഡ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും, കോഡ് റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് തന്നെ എന്താണ് പുതിയ കാര്യങ്ങൾ ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. അതാണെന്ത് മെഷീൻ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ അതിനെപ്പറ്റി കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അപ്രോച്ചസിനെ പറ്റി നമുക്ക് നോക്കാം. ഇതിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറച്ച് സെറ്റ് ഓഫ് ഇത് കൊടുക്കുന്നു, കമാൻഡ്സ് കൊടുക്കുന്നു. അത് നോക്കി ഇത് പഠിച്ചെന്നാണ് ബാക്കി കാര്യങ്ങൾ ഇത് പഠിച്ചോളൂ. അതാണ് പറയുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. എന്താണ് കൺസ്ട്രക്ട്സ് എ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ഡാറ്റ സെറ്റ്സ് ദാറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഇൻപുട്സ് ആൻഡ് എക്സ്പെക്ടഡ് ഔട്ട്കം. ഒരു സെറ്റ് ഓഫ് ഇൻപുട്ടും അതിന് വരാൻ പോകുന്ന ഔട്ട്കംസ് നമ്മൾ ഇതിന് കൊടുക്കുന്നു. അത് വെച്ചിട്ട് അത് പഠിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് വരുന്ന എന്താണ് ഓക്കെ സിമിലർ ആയിട്ടുള്ള ഇൻപുട്ട് വരുമ്പോൾ എന്താണ് ഇതുപോലത്തെ ഔട്ട്കം അത് കൊടുക്കുന്നു. എന്താണ് ദ ഡേറ്റ കൺസിസ്റ്റ് ഓഫ് കളക്ഷൻ ഓഫ് ട്രെയിനിങ് എക്സാമ്പിൾ അല്ലേ. ഇത് നോക്കിയത് ട്രെയിൻ ആവുന്നു ആൻഡ് ഇസ് നോൺ ആസ് ട്രെയിനിങ് ഡേറ്റ. ഈച്ച് ഡേറ്റ കൺസിസ്റ്റ് ഓഫ് 1 or more ഇൻപുട്സ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻപുട്സ് നമ്മൾ കൊടുക്കുന്നു, അതുമായിട്ട് വരുന്ന എല്ലാ ഔട്ട്പുട്ടും നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ഇത് നോക്കി ഇത് പഠിച്ചെടുക്കും കാര്യങ്ങൾ. ഇതാണ് എന്ത് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഓക്കെ, പിന്നെ എന്താണ് അതിനെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഈ ട്രെയിനിങ് എക്സാമ്പിൾ ഇസ് എ മാത്തമാറ്റിക്കൽ മോഡൽ റെപ്രസെന്റ് ബൈ അറേ ഓർ എന്താണ് വെക്ടർ. സംടൈംസ് എന്താണ് അത്രയൊന്നും കാര്യമായിട്ട് നോക്കണ്ട. ഈച്ച് ട്രെയിനിങ് എക്സാമ്പിൾ ഇസ് എ മാത്തമാറ്റിക്കൽ മോഡൽ. പിന്നെ എന്താണ് ബൈ ഒപ്റ്റിമൈസിങ് ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം ഡിസ്കവേഴ്സ് എ ഫംഗ്ഷൻ ദാറ്റ് യൂസ് ടു പ്രെഡിക്ട് ദ ഔട്ട്പുട്ട് അസോസിയേറ്റഡ് വിത്ത് എ ഫ്രഷ് ഇൻപുട്ട്. ഇത്രയും മതി. ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന പോയിന്റ്സ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, എന്താണ് ട്രെയിനിങ് എക്സാമ്പിൾസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മുടെ എന്താണ് മെഷീൻ ലേണിംഗ് നടക്കുന്നു. അതിനുശേഷം എന്താണ് ആൻസേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇതാണ് എന്ത് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പോൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണെങ്കിലോ നമ്മൾ ഇതുപോലെ പഠിക്കാൻ ട്രെയിനിങ് എക്സാമ്പിൾ ഒന്നും കൊടുക്കുന്നില്ല. ഇത് തന്നെ നോക്കി പഠിക്കുക, ഇത് തന്നെ സ്വമേധയാ പഠിച്ചെടുക്കുന്നു. നോക്കിക്കേ, algorithms are taught using unlabeled, unclassified and uncategorized set of test data. നമ്മൾ കുറേ ഡാറ്റ കൊടുക്കുന്നു, ഇത് നോക്കി എന്താണ് ഇത് തന്നെ പഠിച്ചെടുക്കുക. അതാണ് പറയുന്നത്. പിന്നെന്താണ് ഐഡന്റിഫൈ സിമിലാരിറ്റീസ് ഇൻ ഡാറ്റ, റെസ്പോൺസസ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ആബ്സെൻസ് ഓഫ് സിമിലാരിറ്റീസ്. എന്തെങ്കിലും നമ്മൾ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ എന്താണ് അതിനെല്ലാം കാറ്റഗറൈസ് ചെയ്ത് അതിൽ നിന്ന് എന്താണ് അത് എന്ത് ചെയ്യും അത് പഠിച്ചെടുക്കും സ്വമേധയാ. അത്രേ ഉള്ളൂ എന്ത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ക്ലസ്റ്റർ അനാലിസിസിൽ ഒരു പ്രോസസ്സാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ ദ ഒബ്സർവേഷൻസ് വിത്തിൻ ദ സെയിം ക്ലസ്റ്റേഴ്സ് ആർ
സിമിലർ സിമിലർ ആയിട്ടുള്ളതിനെ എന്താ ഒരു ക്ലസ്റ്റർ ആയിട്ട് മാറ്റും. എന്നിട്ട് എന്താണ് അതിന്റെ ഔട്ട്കംസിനെ ഇത് പഠിച്ചെടുക്കും. അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ലേണിംഗ് പറഞ്ഞു. സൂപ്പർവൈസ്ഡ് പറഞ്ഞു, അൺസൂപ്പർവൈസ്ഡ് പറഞ്ഞു. ഇനി അടുത്ത് തന്നെ സെമി സൂപ്പർവൈസ്ഡ്. എന്താണ് രണ്ടിന്റെയും കൂടെ ഒരു മിക്സ്. അത്രേ ഉള്ളൂ. നോക്കിക്കേ, ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അത്രയും മതിയാവും. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണ് നമ്മൾ കുറെ ട്രയൽ ആൻഡ് എറേഴ്സ് കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഓൾറെഡി കൊടുത്ത ഡാറ്റാ സെറ്റ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ എന്താണ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് സിനാരിയോസ് കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മുടെ മെഷീൻ ലേണിംഗ് നടക്കുന്നു. അങ്ങനെ പഠിച്ച് എന്താണ് കൂടുതൽ എഫിഷ്യൻ്റ് ആവുകയാണ് നമ്മുടെ മെഷീൻ. അതാണ് എന്ത് റീഇൻഫോഴ്സ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സബ് ഫീൽഡ് ഓഫ് മെഷീൻ ലേണിംഗ് കൺസേൺ വിത്ത് ഡിറ്റർമിനിങ് ഹൗ സോഫ്റ്റ്വെയർ ഏജന്റ് ഷുഡ് ഓപ്പറേറ്റ്. അതൊന്നും വേണ്ട. It is explored in several different fields, including game theory, control theory, എന്താണ് operational research, information theory, simulation, multi-agent system. ഈ വക കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താണ് ഓരോന്നിലും എന്താണ് ഇത് ട്രയൽ ആൻഡ് എറേഴ്സ് നോക്കിയിട്ട് എന്താണ് അത് പഠിച്ചെടുക്കുന്നു. The environment is generally represented as Markov decision process in the machine learning MDP. അത്രയും മതി. അത്രയും നിങ്ങൾ എഴുതിയാൽ മതിയാവും. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട്ടോണോമസ് കാർസ്, സെൽഫ് ഡ്രൈവിംഗ് ആയിട്ടുള്ള കാർസ് ഉണ്ടല്ലേ, അതിലെന്താണ് ഓപ്പോസിറ്റ് വരുന്ന ആളിനെ പറ്റി എന്താണ് മനസ്സിലാക്കണം അല്ലേ. ഒരു കാർ എതിരെ വരുമ്പോൾ ഈ സെൽഫ് ഡ്രൈവിംഗ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവ് ചെയ്യുന്ന കാർസ് ഇപ്പോൾ ടെസ്ല ഉണ്ട്, സൈബർ ട്രക്ക് ഉണ്ട്, ഇപ്പോൾ നമ്മുടെ പുതിയ ഹമ്മർ EV അതൊക്കെ എന്താണ് സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യും. തന്നെ ആള് വേണ്ട, ആളിരിക്കണം എന്നില്ല, ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ ഡ്രൈവ് ചെയ്യും അല്ലേ. ഗൂഗിളിൻ്റെ കാറൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ ചെയ്യുന്നത് എന്താണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് അനലൈസ് ചെയ്യും. ഓക്കെ, ഇങ്ങോട്ടാണോ വരുന്നത്, ഇതെന്നെ ഇടിക്കുവോ അതോ ഞാൻ ഇപ്പോൾ ബ്രേക്ക് ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള പോസിബിൾ സിനാരിയോസിന് എന്താണ് ഇത് വർക്കൗട്ട് ചെയ്തിട്ട് ഏതായിരിക്കും അതിന് വരുന്ന ഔട്ട്കം എന്നുള്ളത് ഇത് മനസ്സിലാക്കും. സോ ഇങ്ങനത്തെയുള്ള മെഷീൻ ലേണിംഗ് ടെക്നിക്ക് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സെൽഫ് ഡ്രിവൺ കാർസ് ഒക്കെ എന്താണ് പെർഫോം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എന്താണ് എതിരെ ഒരു കാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് ആ കാറിന് അറിയാതെ പോകും അല്ലേ. ഒരു കാർ ഇടിക്കാൻ വരുവാണെങ്കിൽ എന്താണ് അതിനറിയത്തില്ല എന്തോ ചെയ്യേണ്ടതെന്ന്, അങ്ങനെ ആയിപ്പോൾ. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ മൾട്ടിപ്പിൾ സിനാരിയോസ് വെച്ച് ഇതിനെ പഠിപ്പിക്കുന്നത്. സോ ഇതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഫയൽ സൈസ് ഒക്കെ കുറയ്ക്കത്തില്ലേ, അതായത് ഒരുപാട് വലിയൊരു ഫയലിനെ നമ്മൾ വെട്ടിക്കുറച്ചിട്ട് എന്നാൽ അതിൻ്റെ മെയിൻ ഡാറ്റ പോവാതെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തു. അതായത് മൾട്ടി ഡയമെൻഷണൽ അല്ലെങ്കിൽ എന്താണ് ഹ്യൂജ് ഡയമെൻഷനുള്ള ഒരു ഡാറ്റ സെറ്റിനെ നമ്മൾ എന്താണ് കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് എന്നാൽ അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഒന്നും പോകാതെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നോക്കിക്കേ, പ്രോസസ് ഓഫ് അക്വയറിംഗ് എ സെറ്റ് ഓഫ് മേജർ വേരിയബിൾസ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് അണ്ടർ കൺസിഡറേഷൻ. അതർ വേർഡ്സ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലോവറിംഗ് ദ സൈസ് ഓഫ് ദ ഫീച്ചർ സെറ്റ് വിച്ച് ഈസ് ഓൾസോ റെഫർഡ് ടു ആസ് എ നമ്പർ ഓഫ് ഫീച്ചേഴ്സ്. ഇത്ര മതി. പിന്നെന്താണ് ഇതുകൂടെ വേണമെങ്കിൽ എഴുതാം അല്ലേ. റിഡക്ഷൻ സ്ട്രാറ്റജീസ് മേ ബി കാറ്റഗറൈസ്ഡ് ആസ് ഐദർ ഡിലീഷൻ ഓർ എക്സ്ട്രാക്ഷൻ ഓഫ് ഫീച്ചേഴ്സ്. ഇത്ര മതി. പിന്നെ PCA ഓൾസോ നോൺ ആസ് PCA എന്ന് എഴുതുക. ദാറ്റ്സ് ഇറ്റ്. ഇത്ര മതി. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒരു ഹ്യൂജ് ഡാറ്റ സെറ്റിനെ എന്താണ് ചെറുതാക്കി എടുക്കുന്നു. അത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. സോ നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞു, നമ്മുടെ 4 കാര്യങ്ങളെ പറ്റി പറഞ്ഞു. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി, റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് എന്ത് ഡയമെൻഷനാലിറ്റി. ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ബിസിനസ് ഇന്റലിജൻസ് എന്താന്ന് പറഞ്ഞു അല്ലേ, BI പറ്റി പറഞ്ഞു, AI പറ്റി പറഞ്ഞു, AIയിലുള്ള 2 അപ്രോച്ച് ഹ്യൂമനും ഐഡിയലും പറഞ്ഞു. AIയുടെ എന്താണ് ഫൈനാൻസിലുള്ള ഇത് പഠിച്ചോണം, ഇത് ഇമ്പോർട്ടൻ്റ്, ഇത് പഠിച്ചോണം. പിന്നെ എന്താണ് ടൈപ്സ് ഓഫ് AI പറ്റി പറഞ്ഞു, ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്. ഇതിനെപ്പറ്റി റഫായിട്ട് ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. RPA പറ്റി പറഞ്ഞു അല്ലേ, ബോട്ടിനെ പറ്റി പറഞ്ഞു. പിന്നെ എന്താണ് മെഷീൻ ലേണിങ്ങിനെ പറ്റി കുറച്ച് കാര്യമായിട്ട് പറഞ്ഞു. സോ അത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ ആ ഒരു മൊഡ്യൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം, മോഡൽ വേഴ്സസ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, മോഡൽ ഡ്രിവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് ഉള്ള 2 ടൈപ്പ് ഓഫ് തോട്ട്സ് ആണ്. ഓക്കെ, അതിലാണ് മോഡൽ ഡ്രിവൺ ആൻഡ് ഡാറ്റ ഡ്രിവൺ. മോഡൽ ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. 2 സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്. Data driven strategy focus on enhancing quality data and data governance in order to enhance the performance of a particular problem. Model driven ആണെങ്കിലോ
It attempts to increase the performance by developing a new model and algorithmic manipulations. ഇത്രയും മതി, ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. മോഡൽ ഡ്രിവൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ ഡ്രിവൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബാക്കി അതിൻ്റെ എക്സാമ്പിളാണ്. നമുക്ക് നോക്കാം. ഡേറ്റ ഡ്രിവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, റിപ്പോർട്ടിംഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, റിപ്പോർട്ടിൽ എന്താണ് കാര്യങ്ങൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് കാണിക്കുക. ഇതാണ് എന്ത് ഡേറ്റ ഡ്രിവൺ. മോഡൽ ഡ്രിവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തേഡ്സ്, പുതിയ പുതിയ മെത്തേഡ്സിനെ കൊണ്ടുവരിക, പുതിയ പുതിയ അപ്ഗ്രേഡ്സിനെ കൊണ്ടുവരിക, പുതിയ പുതിയ ടെക്നിക്സ്, എന്താണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും എന്താണ് കാര്യങ്ങളെ കുറച്ചുകൂടെ എന്താണ് ഡേറ്റേനെ എക്സ്ട്രാക്ട് ചെയ്യാനും ഡേറ്റേനെ കൺവേർട്ട് ചെയ്യാനും നമ്മുടെ സമയം കുറയ്ക്കുന്ന പുതിയ എന്താണ് മെത്തേഡ്സിനെ കൊണ്ടുവരിക. ദാറ്റ് ഈസ് എന്താണ് മോഡൽ ഡ്രിവൺ. കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് COVID-19 സമയത്ത് എന്താണ് നോക്കിക്കേ, COVID-19 വന്ന സമയത്ത് എന്താണ് CT സ്കാൻ, എക്സ്റേ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. ഈ CT സ്കാനും ഇതെല്ലാം ചെയ്യുന്ന എന്താണ്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ എന്താണ് മോഡൽ ഡ്രിവൺ ആണ് അല്ലേ. അവിടെ വന്നേക്കുന്ന കാര്യം എന്താണ്, കാര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നത് അല്ലേ, ഒരു മെത്തേഡ് അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുന്നു. ഓൺ ദ അതർ ഹാൻഡ്, എക്സ്റ്റെൻസീവ് എഫേർട്സ് അറൗണ്ട് ദ ഗ്ലോബ് ഹാസ് ഇൻക്രീസ്ഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൽനെസ് ആൻഡ് സർട്ടൻ ലൊക്കേഷൻസ് അല്ലേ. എന്താണ് ഒരുപാട് റിസർച്ച് നടക്കുന്നതുകൊണ്ട് കാര്യം എന്താണ് നമ്മുടെ അസുഖങ്ങളെ പറ്റിയുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ഇമ്പ്രൂവ് ആകുന്നു. സോ ഇതാണ് എന്ത് ഡേറ്റ ഡ്രിവൺ. സോ എന്താണ് ഇതൊരു എക്സാമ്പിളാണ്. എക്സാമിന് ഇതൊന്നും എഴുതേണ്ട ഒരു കാര്യമില്ല. മോഡൽ ഡ്രിവൺ എന്താണെന്ന് വെച്ചാൽ എഴുതുക, ഡേറ്റ ഡ്രിവൺ എന്താണെന്ന് വെച്ചാൽ എഴുതുക. ദാറ്റ്സ് ഇറ്റ്. എക്സാമ്പിൾ നിങ്ങൾ വായിച്ചു നോക്കുക. സോ എന്താണ് നമ്മുടെ 11.6 മൊഡ്യൂളും കഴിഞ്ഞു. ഓക്കെ. സോ എന്താണ് നമ്മുടെ മുഴുവൻ ടോപ്പിക്സും കവർ ആയിട്ടുണ്ട്. എന്താണ് നമ്മുടെ 8, 9, 10 and 11 4 മൊഡ്യൂൾസ് നമ്മൾ തീർത്തിട്ടുണ്ട് അല്ലേ. 11th മൊഡ്യൂളിനകത്ത് നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, നമുക്കൊന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഫസ്റ്റ് എവിടെ തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? ഡേറ്റ അനാലിസിസിന്റെ പ്രോസസ്സ്, ബെനിഫിറ്റ്സ്, ടൈപ്സ് അല്ലേ. നമ്മൾ എന്താണ് ഈ ഒരു 5 സ്റ്റെപ്പിനെ പറ്റി പറഞ്ഞു. പിന്നെ എന്താണ് ബെനിഫിറ്റ്സിനെ പറ്റി പറഞ്ഞു. ആ ചാപ്റ്റർ തീർന്നു. ഡേറ്റ മൈനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഡേറ്റ മൈനിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ, 4 സ്റ്റെപ്പ്. പിന്നെ എന്താണ് ടെക്നിക്സ്, ഡേറ്റ മൈനിങ്ങിന്റെ ടെക്നിക്സിന്റെ എന്താണ് ഒരു 4 മെത്തേഡ്സിനെ പറ്റി, ടെക്നിക്സിനെ പറ്റി പറഞ്ഞല്ലേ, അസോസിയേഷൻ, ന്യൂറൽ, ഡിസിഷൻ ട്രീ ആൻഡ് കെ നെയ്ബർ. പിന്നെ അതിൻ്റെ ഇംപ്ലിമെന്റ് ചെയ്താൽ ഫിനാൻസിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ചാപ്റ്റർ തീർന്നു. പിന്നെ എന്താണ് അനലിറ്റിക്സ്, ഈ 4 ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്രെഡിക്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ്. ഡിസ്ക്രിപ്റ്റീവ് എന്താണ് ഓൾറെഡി ഉള്ള ഹിസ്റ്റോറിക് ഡാറ്റയെ പറ്റി എന്താണ് നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് നമ്മൾ അതിനെ ഇത് ചെയ്യുന്നു. ഡയഗ്നോസ്റ്റിക് എന്താണ് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെ പറ്റി നോക്കുന്നു. പ്രെഡിക്റ്റീവ് എന്താണ് ഇനി എന്ത് നടക്കാൻ പോകുന്നു എന്നുള്ളത് നോക്കുന്നു. പ്രിസ്ക്രിപ്റ്റീവ് എന്താണ് ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് റെമഡി എന്ന് എഴുതി കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ എന്താ നമ്മുടെ ഓരോ മോഡൽസ് അല്ലേ. നമ്മൾ അതിന് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു, മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തിട്ടുള്ളത് സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കുക. ബാക്കി എന്താണ് നിങ്ങൾ വായിച്ചു വിടുക, ടെക്സ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വിടുക. ബാക്കിയൊക്കെ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. പക്ഷേ എന്താണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കീവേഡ്സ് നിങ്ങൾ മസ്റ്റായിട്ടും നോക്കി പോവാം. ദെൻ എന്താണ് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ വന്നപ്പോൾ എന്താ പറഞ്ഞത്, XML ആൻഡ് XBR അല്ലേ. XML എന്താണെന്നുള്ളത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാരഗ്രാഫ് നോക്കണം. പിന്നെ എന്താണ് ആപ്ലിക്കേഷൻസ്, ജസ്റ്റ് ഒരു 4-5 ആപ്ലിക്കേഷൻസ് ഇതിനകത്തൊന്ന് ഓർത്തി വെക്കുക. ഏതൊക്കെ എന്താണ് ഓപ്പൺ ഡോക്യുമെന്റ്, HTML അതൊക്കെ നോക്കുക. ആൻഡ് XBRനെ പറ്റി എന്താണ് ഈ ഒരു ലൈൻ. ആൻഡ് ഇവിടെ നമ്മൾ XBRലെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. XBRൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് XBRൽ എന്താണ് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 11.4 നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെ, പബ്ലിക്, പ്രൈവറ്റ്, ഹൈബ്രിഡ്, ബിസിനസ് ഇന്റലിജൻസ്, BI, AI, RPA, പിന്നെ മെഷീൻ ലേണിംഗ്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. മെഷീൻ ലേണിംഗിൽ തന്നെയുള്ള അപ്രോച്ച് 4-5 അപ്രോച്ചിനെ പറ്റി പറഞ്ഞു അല്ലേ. ശേഷം എന്താണ് ഡേറ്റ ഡ്രിവൺ ആൻഡ് എന്താണ് മോഡൽ ഡ്രിവൺ അതിനെപ്പറ്റി പറഞ്ഞു. സോ എന്താണ് നമ്മുടെ 11th മൊഡ്യൂൾ ഫുള്ളി തീർന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മൾ 100% നമ്മുടെ സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി പഠിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ. എന്താണ് പറഞ്ഞ പോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എന്താണ് ഷോർട്ട് നോട്ട്സ്, കീവേഡ്സ് മാത്രം വെച്ചിട്ട് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എക്സാമിൻ്റെ തലേന്ന് അതെടുത്ത് വെച്ച് വായിക്കുക. പിന്നെ ഇതെങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെയിലി പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി എഫേർട്ട് ഇട്ടിരുന്ന് കുത്തിയിരുന്ന് വായിക്കുകയൊന്നും വേണ്ട. ഈ പറഞ്ഞ കീവേഡ്സും നോട്ട്സും എന്താണ് സ്പീഡ് റീഡിങ്, പെട്ടെന്ന് വായിക്കുക. ഡെയിലി ഒരു
ഞാൻ പറയുവാണെങ്കിൽ ഓഡിറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്ന ഒരു 30 മിനിറ്റ് വായിക്കണം എന്നാ. ഇതിന് നിങ്ങൾ 30 മിനിറ്റ് ഒന്നും വായിക്കേണ്ട, ഒരു 10 മിനിറ്റ് വായിച്ചാൽ മതി. സുഖമായിട്ട് 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിനകത്തുനിന്ന് തന്നെ MCQs വരാനും ചാൻസ് ഉണ്ട്. സോ എന്താണ്, വൺസ് നിങ്ങൾ ആ ഒരു ഫുൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം പെട്ടെന്ന് വായിക്കുക, സ്പീഡിൽ വായിക്കുക. വായിച്ചതിന് ശേഷം എന്താ, കീവേഡ്സ് മാത്രം വെച്ചിട്ട് എന്താണ് സ്പീഡ് റീഡിങ് ചെയ്യുക. ഡെയിലി ഇത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു 30 ദിവസം നിങ്ങളിത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും എന്താണ്, എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ തലയിൽ രജിസ്റ്റർ ആവും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരുമ്പോൾ ഇത് എഴുതി പോകാൻ പറ്റും. ഒരുപാട് എഫേർട്ട് ഇട്ടാതെ കുത്തിയിരുന്ന് വായിക്കേണ്ടിയും വരത്തില്ല. അതിപ്പോൾ ഏത് തിയറി സബ്ജക്റ്റ് ആണല്ലോ, ഓഡിറ്റിംഗ് ആയാലും ലോ ആണെങ്കിലും ഇപ്പോൾ ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് ആണെങ്കിലും SM ആണെങ്കിലും നിങ്ങളിത് ഫോളോ ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എഴുതുക. നമ്മുടെ ഈ ഒരു ടോപ്പിക് ആണെങ്കിലും എന്താണ്, FM-ൻ്റെ ടോപ്പിക് ആണെങ്കിലും നിങ്ങൾ നോക്കണം. ഓക്കെ, FM നന്നായിട്ട് പഠിക്കുക. ഇതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു എന്താണ് ലൈഫ് ജാക്കറ്റ് ആയിട്ട് വേണം നമുക്കിതിനെ പറയാൻ പറ്റും. നിങ്ങളെ സേവ് ചെയ്യാൻ പറ്റും. 20 മാർക്കാണ്, വലിയ എഫേർട്ട് ഇല്ലാതെ നിങ്ങൾ ഈ ഒരു ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. ഒരുമാതിരിപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സിലും തന്നെയും പിന്നെ എഴുതി വെച്ചേക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. സോ ഈവൻ ഇഫ് നിങ്ങൾ എന്താണ് ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങളോടിപ്പോൾ ഒരു അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഫീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. കാര്യം മിക്കതും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പം എന്താണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം എന്നാൽ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. എക്സാം നന്നായിട്ട് എഴുതുക. ടേക്ക് കെയർ. ബൈ.